ഹലോ. ഹലോ, സംസാരിക്കാം. നേരത്തെ വിളിച്ച ആളാണ് അടിമത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഓ സംസാരിക്കാം. Call will be സംസാരിച്ചു. recorded. അടിമത്തം എന്ന സംവിധാനം ഇസ്ലാമാണോ അറബിയിൽ കൊണ്ടുവന്നത്? അത് ചോദ്യം, ആദ്യം മറുപടി തരാം. എങ്ങനെ? അടിമത്തം എന്ന സംവിധാനം ഇസ്ലാമാണോ അറബിയിൽ കൊണ്ടുവന്നത്? അത് ശരി, അതാണ് ഇപ്പൊ വലിയ ചോദ്യം. അല്ല, അത് പറ. വലിയ ചോദ്യം അല്ല. അടിമത്തം ഇസ്ലാമാണോ അറബിയിൽ കൊണ്ടുവന്നത്? അല്ല. അതിനു മുമ്പ് അടിമത്തം ഇല്ലേ? ഉണ്ട്. ഉണ്ടോ? ആർക്കും അറിയാത്തത് ഉണ്ട് ഭയങ്കര ഉണ്ട് എന്നാണല്ലോ. ഓക്കെ നിക്ക്. ഇസ്ലാം അടിമത്തം ഇല്ലാതാക്കാൻ ഒന്നും ചെയ്തില്ലേ? ഇസ്ലാം അടിമത്തല്ലാക്ക ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. അടിമകളെ മോചിപ്പിക്കാൻ അതിന് അടിമത്തം ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം അടിമത്തം തെറ്റാണെന്ന് പറയേണ്ട സുഹൃത്തെ. അടിമത്തം തെറ്റാണോ? നിനക്ക് ഞാൻ അതിനുള്ള മറുപടി തരാം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജിലേക്കൊക്കെ അക്കാദമിക് പഠനം ഉദ്ധരിച്ചുകൊണ്ട് നിനക്ക് അതിനുള്ള മറുപടി പറയാം. Prohibiting slavery in the context of 7th century Arabia apparently would have been as useful as prohibiting poverty. It would have reflected a noble ideal, but would have been unworkable on an immediate basis without establishing an entirely new socio-economic system. ഇത് ജാക്കബ് ന്യൂസ്നർ ആൻഡ് തമാര സോൺ comparing ഇസ്ലാമിന്റെ ഉത്ഭവ സ്ഥലത്ത് തന്നെ അടിമത്തം പെറ്റടിക്ക് നിർത്തലാക്കുക എന്ന് പറഞ്ഞത് അത്ര പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അത് അന്നത്തെ സോഷ്യോ-ഇക്കണോമിക് സിസ്റ്റം അങ്ങനെ ആയിരുന്നു. ഒറ്റ ചോദ്യമുള്ളൂ. ഇതാണ് ഒരു വിഷയത്തിന്റെ മുഴുവൻ പിക്ചർ അറിയാതെ അതിന്റെ നോക്കുന്നതാണ് കുഴപ്പം. സ്വന്തം അറിവില്ലായ്മയാണ്. ഒറ്റ ചോദ്യമുള്ളൂ. നിനക്ക് അല്ല, അങ്ങനെ പറഞ്ഞു പോലെ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ മണ്ടത്തരം പറഞ്ഞുതരാൻ നിനക്കേ. നീ ഇപ്പൊ പറഞ്ഞതിലെ മണ്ടത്തരം പറഞ്ഞുതരാന്നേ. 6ാം നൂറ്റാണ്ടിലെ അടിമത്തം ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. ഉണ്ട്. അപ്പൊ മുഹമ്മദ് നബിക്ക് ഇസ്ലാമിന് ഒറ്റയടിക്ക് അടിമത്തം നിർത്താൻ കഴിയില്ലായിരുന്നു എന്നാണ് മറ്റേയാളുടെ വാദം, അല്ലേ? ശരി. ഇസ്ലാം എന്നാ തുടങ്ങിയത്? ഇസ്ലാം ആദം നബിയുടെ കാലം മുതലേ. ഇസ്ലാം ഉണ്ടായത് ഏത് വർഷമാണ്? ഇസ്ലാം ഉണ്ടായത് പൊതുവെയുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് AD 600-700 ആ കാലഘട്ടത്തിനിടയിൽ. അപ്പൊ അതിന്റെ മുമ്പ് ഇസ്ലാം ഇല്ലേ? അതിന്റെ മുന്നേ ഇസ്ലാം ഉണ്ട്. അത് ആദം നബിയുടെ കാലം മുതലല്ലേ. ആ സമയത്തേക്ക് നീ കാര്യങ്ങൾ കൊണ്ടുപോയല്ലേ. നീ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് വെച്ചാൽ ലോകം ആദ്യം തൊട്ടേ ഉണ്ട്. ആദം നബി ആരാ? നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ആദം നബി അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു പോവില്ല കേട്ടോ. നീ വിചാരിച്ചിടത്തൊന്നും പോവില്ല സാധനം. മറുപടി പറ. നീ ഞാൻ ചോദിക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിക്ക്. കുറച്ച് മുട്ട പുഴുങ്ങിയത് വായിലിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നെ. കാര്യങ്ങൾ മനസ്സിലാക്കി പറ. 6ാം നൂറ്റാണ്ടിലെ അടിമത്തം ഇസ്ലാം കൊണ്ടുവന്നതാണോ അടിമത്തം എന്നാണ് ചോദ്യം. പറഞ്ഞുതരാം. അതല്ല അതിനോട് ചോദിച്ചത്. ആണ്? അല്ല, അതിന്റെ മുമ്പേ അടിമത്തം. 6ാം നൂറ്റാണ്ടിൽ ഇസ്ലാം കൊണ്ടുവന്നതല്ല അടിമത്തം. ഓക്കെ, അതിന് മുമ്പുണ്ട്. ഇനി അപ്പൊ നിന്റെ വാദം ഏത് ജേക്കബാണ്? ജേക്കബ് ന്യൂസ്നർ തൊമാരാസോൺ കമ്പയറിംഗ് റിലീജിയൻസ് ത്രൂ ലാ. ഞാനൊരു ബുക്ക് പറഞ്ഞുതരാം. ഇത് ഭയങ്കര ഇംഗ്ലീഷ് ബുക്കിന്റെ ആളല്ലേ. സ്ലേവറി ഇൻ ദി 20th century എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. സൂസൻ മേഴ്സ് എഴുതിയതാണ്. വായിക്കണം കേട്ടോ. അത് വായിക്കും കേട്ടോ. 20th century ആണേ. അതായത് 20ാം നൂറ്റാണ്ടിലെ അടിമത്തം. 20th century 20th century എല്ലാം വായിക്കാം. അത് വായിക്കണം. അപ്പൊ 7ാം നൂറ്റാണ്ടില് ഇസ്ലാം തുടങ്ങിയതല്ലാത്തോണ്ടാണോ ഇസ്ലാം അവസാനിപ്പിക്കാൻ കഴിയാതിരുന്നത്? ഇസ്ലാം തുടങ്ങിയ അടിമത്ത് ഇസ്ലാം ഗ്രാജുവലി കേട്ടോളൂ. അതിനെപ്പറ്റി നടത്തിയ ഇന്ത്യൻ ഓഷ്യൻ ഏഷ്യയിലുള്ള പഠനം എന്ത് പഠനം പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞെ. ഇസ്ലാമിന്റെ കാര്യം പറയേണ്ടത് ഡേവിഡോ റോബർട്ടോ എന്നല്ലല്ലോ. അല്ലല്ലേ, ഖുറാനല്ലേ, ഹദീസല്ലേ, ഫിഖ്ഹല്ലേ? ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇസ്ലാമിലെ വിധി പറയേണ്ടത് ആരാ സുഹൃത്തെ? ഇനി പറഞ്ഞ മണ്ടത്തരത്തിന്റെ പ്രശ്നം പറഞ്ഞുതരാം. നീ ഒച്ചയിട്ടിട്ട് കാര്യമില്ല. നീ ഇപ്പൊ ആദ്യം പറഞ്ഞു, നമ്മൾ ആദ്യത്തെ സംസാരം ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു 10 മിനിറ്റില് അപ്ലോഡ് ചെയ്യും. വെറും 20 വയസ്സുള്ള ഒരാളാണ് വിളിക്കുന്നത്. ആരായിട്ടെന്താ കാര്യം? ഒച്ചയിടാൻ എത്ര വയസ്സ് മതി? 3 വയസ്സുള്ള കുട്ടി കരയാൻ തുടങ്ങിയപ്പോ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇനി അവിടെ നിക്ക്. ഇനി പറയട്ടെ. പറഞ്ഞ വിഷയത്തിന്റെ മണ്ടത്തരം നീ പറയാൻ സമ്മതിക്കുക. എന്താ നീ ഇങ്ങനെ ഒച്ചയിടുന്നു? നീ പറഞ്ഞ ആന മണ്ടത്തരാണ് സുഹൃത്തെ ഇസ്ലാമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. നിന്നോട് 2 ചോദ്യം ഞാൻ ചോദിക്കും. നീ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം, നീ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് നീ ഇപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, അത് പരിശോധിക്കണ്ടേ ആദ്യം, എന്നിട്ടല്ലേ അടുത്ത ചോദ്യം? നീയല്ലേ ഇപ്പൊ എന്നോട് ആദ്യം ചോദ്യം ചോദിച്ചത്. അപ്പൊ അവിടെ നിക്ക്. അത് പറയട്ടെ. നീ അവിടെ നിക്ക്. നീ എങ്ങനെ പഠിച്ചാലെങ്ങനെ? നിനക്കെന്തൊരു ആത്മവിശ്വാസം ഇല്ലാത്ത?
നിനക്കെന്തൊരു ആത്മവിശ്വാസം ഇല്ലാത്ത? എനിക്ക് ആത്മവിശ്വാസം ആ ഇല്ലായിട്ടല്ല. എന്നാ പറയേ, നീ എന്നോട് ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു, അതിന് നീ ഒരു വിശദീകരണം തന്നു, ആ വിശദീകരണത്തിന്റെ അബദ്ധം പറഞ്ഞുതരാം. ഓക്കെ, അബദ്ധം പറഞ്ഞോ. കേട്ടോ അബദ്ധം കേട്ടോ പറഞ്ഞു കേട്ടോ. ഞാൻ മറുപടി പറയാം. ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോന്നാണ് ചോദ്യം. ആ മുഹമ്മദ് നബി അടിമത്തം കൊണ്ടുവന്നോന്നല്ല. ആ. ഓക്കെ, ഇസ്ലാം എന്ന് പറയുന്നത് അപ്പൊ 7ാം നൂറ്റാണ്ടിൽ ഞാൻ ഒറ്റയടിക്ക് നിർത്താൻ. ചോദിച്ചതല്ല ഒരു ഇസ്ലാമിൽ മിനിറ്റ് അടിമത്തം ഉണ്ടോ ഇല്ലയോ എന്നല്ല പറയട്ടോ, നിന്നോട് ഞാൻ ചോദിച്ചേ. നിന്നോട് ഞാൻ അതല്ല പറയട്ടെ. അവിടെ ചോദിച്ചത്. നീ എന്നോട് ചോദിച്ചാലല്ലോ, നീ പറഞ്ഞതിലെ മണ്ടത്തരാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇസ്ലാമിൽ അതിനിടയിൽ നീ അടി പറഞ്ഞു ഇസ്ലാം തുടങ്ങിയത് 6ാം നൂറ്റാണ്ടിലാണ് എന്ന്. AD 600-ലാണ് ഇസ്ലാം തുടങ്ങിയതെന്ന്. ഇസ്ലാം അത് പൊതുവായിട്ടുള്ള ധാരണ. അതിൽ പൊതുവായിട്ടുള്ള വെച്ചിട്ടാണ് ധാരണയല്ല ഞാൻ ചോദിച്ചത്, സംസാരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ആ പെർസ്പെക്റ്റീവിലാണല്ലോ ഒരു ഇപ്പൊ ഈ വിശ്വാസിയുടെ സംസാരിക്കണേ. പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇസ്ലാം പറയുന്ന ലോകം എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ആ, ഇസ്ലാം ഉണ്ട്. അന്ന് തൊട്ട് ഇസ്ലാം ഉണ്ട്. അപ്പൊ ആ ഇനി ചോദിക്ക്, ഇസ്ലാമിൽ ആ അടിമത്തം ഉണ്ടോ? ഇസ്ലാമില് ഇസ്ലാമിലല്ലേ അടിമത്തം ഉണ്ടായതപ്പോ? ഇസ്ലാമിൽ അങ്ങനെ അടിമത്തുണ്ടായി എന്നറിയാം. ഉം നിന്നെ പോലെ യുക്തിവാദികളല്ല അടിമത്തം പറഞ്ഞുതരാം ഉണ്ടാക്കിയത്. പറഞ്ഞുതരാം, എങ്ങനെയാന്ന് ആളുകൾ പറഞ്ഞുതരാം, എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഏ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, ആ ഒച്ചട്ടാ ജയിക്കുവോ? ഏ ഒച്ചട്ടിട്ട് കാര്യമല്ലോ, പറയാനുള്ള ഒറ്റ കാര്യങ്ങൾ പറയണ്ടേ. പറയാനുള്ള ആ കാര്യങ്ങൾ എന്നാ പക്ഷെ കേട്ടോ. ഞാൻ പറയുമ്പോ ആദം ഇങ്ങോട്ട് നബിയാണ് ഞാൻ ഒന്നാമത്തെ പറയുമ്പോ മനുഷ്യൻ അല്ലെ? ഞാൻ പറയുമ്പോ അവിടെ എന്റെ നിൽക്കുക. പോയിന്റുകൾ ഒന്നാമത്തെ തടസ്സപ്പെടുത്തിയിട്ട് മനുഷ്യൻ ആദം നീ നബിയാണ്. ഏഹ് ആദം നബിയാണ് ഒന്നാമത്തെ മനുഷ്യൻ. അതെ ആദം നബിയാണ് ഒന്നാമത്തെ ആദം മനുഷ്യൻ. നബി തന്നെയല്ലേ ഒന്നാമത്തെ പ്രവാചകനും നബി? അതെ ഒന്നാമത്തെ പ്രവാചകനും. അതെ, ആ നബി ആദം നബിയുടെ പ്രത്യേകത എന്താ? ആദം നബിക്ക് അള്ളാഹു എല്ലാ നാമങ്ങളും കാര്യങ്ങളും അറിവുകളും പറഞ്ഞു കൊടുക്കുന്നു അല്ലെ? പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം മനുഷ്യൻ ഇനി മക്കളൊക്കെ ഉണ്ടായി മുന്നോട്ട് പോയി വരുമ്പോ ഒരാളെ പിടിച്ച് അടിമയാക്കരുത് എന്നൊരു ഉപദേശം അള്ളാഹ് ആദം നബിക്ക് കൊടുത്തിട്ടുണ്ടോ? ആദം നബിക്ക് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു ഉപദേശം? അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ആദം നബിയുടെ മക്കൾ പരമ്പരയിൽ ഒരു വിഭാഗമാണല്ലോ മറുവിഭാഗത്തെ അടിമയാക്കിയിട്ട് തുടങ്ങിയത്. അവിടെ നിക്ക്, ആ എടാപോടെയൊക്കെ വീട്ടിലിപ്പാനോട് പോയി വിളിച്ചാൽ മതി കേട്ടാ. ആദം നബിക്ക് ആദം നബിയോട് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ നന്മ തിന്മകളുടെ കൂട്ടത്തിൽ ഞാൻ നിന്റെ മക്കളെ നിങ്ങളുടെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിമയാക്കി വെക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അള്ളാഹു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഖുർആനിൽ വ്യക്തമായിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ പോട്ടെ. അപ്പൊ ആദം നബിക്ക് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല അങ്ങനെ പറയും. കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നതിലില്ല. ഓക്കെ, എന്തോ നമുക്ക് അറിയില്ല, തെളിവില്ല, അത്രയല്ലുള്ളൂ. ശരി, ഖുർആനിലൂടെ അള്ളാഹു ദീൻ പൂർത്തിയാക്കി. ഈ പൂർത്തിയാക്കിയ ഖുർആനിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പിടിച്ച് അടിമയാക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഉടമയായിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ, സ്വതന്ത്രനായിട്ട് നടക്കുന്ന ഒരാളെ വെറുതെ പിടിച്ചിട്ട് അടിമയാക്കുന്നത്. സ്വതന്ത്രനായി പിടിച്ച് നടന്ന എല്ലാ കിടന്നുറങ്ങിയ ആൾക്കാരൊക്കെയാണ് മുഹമ്മദ് പിടിച്ച് അടിമയാക്കിയത്. അത് വേറെ, അത് യുദ്ധത്തിൽ എങ്ങനെയാണ് നിനക്ക് അവിടെ നിക്ക്, അങ്ങോട്ട് പറഞ്ഞുതരാ. ഇനി നീ പറയേണ്ടത് അടിമത്തം തെറ്റാണ് എന്ന്, അടിമത്തം ഒരു മോശം വ്യവസ്ഥിതിയാണ് എന്ന് അള്ളാഹുവിന് അഭിപ്രായം ഉണ്ടോ? അടിമത്തം ഒരു മോശം വ്യവസ്ഥിതിയാണ്. അതിന് നീ അടിമത്തം അന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ അടിമത്തം എന്ന പദം അടിമ എന്ന് എന്താണ് സംബോധന ചെയ്യരുത്. അതാ അങ്ങനെ സംബോധനയുടെ കേസൊക്കെ വേറെ വിട് കുട്ടിയെ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഉടമയിൽ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അടിമത്തം തെറ്റാണ് എന്ന് ഇപ്പൊ നീ നേരത്തെ പറയുന്നു അടിമത്തം ഹലാലാണെന്ന്. ഇപ്പൊ നീ പറയാൻ വരുന്നു അടിമത്തം ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാം നിർത്തലാക്കിന്ന്. ഹലാലായ ഒരു കാര്യം എന്തിനാ ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കുന്നത്? ഹലാലായ കാര്യം ഇസ്ലാമിൽ എങ്ങനെയാണ് ഒരാൾ അടിമയായിട്ട് വരുന്നത്? ആ സന്ദർഭം എങ്ങനെ വേണേലും വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞുതരാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെയാവും. പറഞ്ഞുതരാം. ഈ നൂറ്റാണ്ടില് 2025 ഇപ്പൊ നമ്മള് സംസാരിക്കുന്നത് കേട്ടോ. ഈ എന്റെ ഡേവിഡും റോബർട്ട്സ് ഒന്നും കൊണ്ടുവന്ന കാര്യമില്ല കുഞ്ഞേ. ഖുറാനും ഹദീസും ഫത്തുൽ മുഈനും മറികടക്കാനാണോ ഈ റോബർട്ട് വാദ്ര? എന്താ അല്ല, നീ ഫത്തുൽ മുഈൻ വായിക്കും, ഞാൻ 2 ഹദീസും കൂടി അതിലോ വായിച്ചോ. ഞാൻ ഒരു ഹദീസ് എനിക്ക് ഒരു ഹദീസ് ഞാൻ വായിച്ചു തരാം. ഞാനോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി ആയിട്ട് വരാന്ന് പറഞ്ഞു. റെഫറൻസ് നോക്കിട്ട് പറഞ്ഞേ. റെഫറൻസ് നിനക്ക് തരടാ, നിനക്ക് റെഫറൻസ് തരാം. ഏടാ പോടൊക്കെ വിളിച്ച് വർത്താനം പറയുകയാണെങ്കിൽ വേറെ ആളെ നോക്കിട്ടോ. കേട്ടോ, മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ തുടർന്നാ മതി, അല്ലെങ്കിൽ ഞാൻ പണി നോക്കിട്ടോ. നിനക്ക് തരാ എന്നാ പറഞ്ഞത്. ഇത് മാന്യമല്ലേ? എന്ത് അബി നാബൂദ് 5161 റിപ്പോർട്ട് ചെയ്ത ഹദീസ്, authentic hadith. Abu Dar reported, the messenger of Allah, peace and blessing be upon side, whoever is suitable for you among your slaves, feed them from the same food you feed it, and clothe them from the same cloth you wear. ചോദിച്ചത് എന്താ കുഞ്ഞെ? ചോദിച്ചത് എന്താ? അടിമത്തം തെറ്റാണോ ശരിയാണോ?
അടിമത്തം തെറ്റാണ്. തെറ്റാണ്, അടിമത്തം തെറ്റാണ്. ഒറ്റ മിനിറ്റ്. ഖുർആാനോ ഹദീസോ ആദം നബിക്ക് അള്ളാഹ് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം നീ സെയിം ഫുഡ് കൊടുക്ക്, സെയിം വസ്ത്രം കൊടുക്ക് എന്നൊക്കെ പറയുന്ന നോണവാർച്ചിലൊന്നും ഇവിടെ വേണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് മാന്യമായിട്ട് കേൾക്കാണെ കേൾക്കുക, അല്ലേ നിർത്തി. എന്റെ പണി എന്താ നോക്കേണ്ടി വരും. അനക്ക് വയൽ പറയാനല്ല ഞാൻ എന്റെ ഫോണിൽ ഇവിടെ വെച്ചിരിക്കുന്നത്. സംസാരിക്കാൻ വിളിച്ചാണെങ്കിൽ ആദ്യം നീ പറയേണ്ടത് അടിമത്തം തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്ന ഖുർആൻ വചനാണ്. അടിമത്തം തെറ്റാണ് സ്ഥാപിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. അപ്പൊ അടിമത്തം തെറ്റാണെന്ന് നീ നേരത്തെ പറഞ്ഞു. എന്ന് പറയുന്നത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു ചങ്ങാതിയെ ഒരു 15 മിനിറ്റ് കൊണ്ട്? എടാ നിന്നോടല്ലടാ പറഞ്ഞത്. അവിടെ നിക്ക്. എടാ പോടെയൊക്കെ ആണെങ്കിൽ നീ വീട്ടിൽ പോയി വിളിക്കുക. എനിക്ക് മാന്യമായിട്ട് ഉത്തരം ഇല്ലെങ്കിൽ ഉത്തരല്ല, അത്രേ ഉള്ളൂ. ഉത്തരം പറയാൻ സമ്മതിക്കല്ല. മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിലും പറഞ്ഞോ. ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നീ എന്തൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞു? ഒന്ന് ആദ്യം എന്നോട് പറഞ്ഞു അടിമത്തം ഇപ്പോൾ ഹറാമാണ് പറഞ്ഞു. കഴിഞ്ഞ വിളിച്ചപ്പോ അടിമത്തം ഇപ്പോൾ ഹറാമാണെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല എന്ന് പറയാ. ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് പറയട്ടെ. നീ പറഞ്ഞ നുണകൾ എങ്ങനെയൊക്കെ ഈ ചാടുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ പറഞ്ഞു അടിമത്തം ഹലാലാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അടിമത്തം ഘട്ടം ഘട്ടമായി നിരോധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഈ ഹലാലാക്കിയ സാധനം എന്തിനാ നിരോധിക്കണ വെച്ചപ്പം അടിമത്തം പിന്നെ എന്താ പറയാ അതിനെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞു. അടിമത്തം തെറ്റാണെന്ന് നീ പറഞ്ഞു. അടിമത്തം തെറ്റാണെന്ന് ആദം നബിക്ക് അള്ളാഹ് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ അടിമത്തം എന്നൊരു വ്യവസ്ഥിതി മോശം വ്യവസ്ഥിതിയാണ് എന്ന് അള്ളാഹു പറഞ്ഞതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പറഞ്ഞോ. ഇനി ഞാൻ പറയട്ടെ. ആ തെളിവ് വെച്ചിട്ട് വേറെ വർത്തമാനം പറഞ്ഞാൽ മതി. അടിമത്തം തെറ്റാണെന്ന് നീ പറഞ്ഞതിന്റെ ഖുർആനോ ഹദീസോ വെച്ചുള്ള തെളിവ് പറ. എന്നിട്ടാണല്ലോ അത് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയിലേക്ക് പോകേണ്ടത്. ആദ്യം അടിമത്തം തെറ്റാണോ ഇല്ല എന്ന് ഉള്ള ചർച്ച നടക്കണം. അടിമത്തം തെറ്റാണോ അല്ലേ? എങ്ങനെയാണ് ഒരാൾ അടിമയായിട്ട് വരുന്നത്? അടിമത്തം എങ്ങനെ വന്നു എന്നുള്ളത് അല്ല കുട്ടി. എനിക്കെന്താ മനസ്സിലാവാത്ത ഒരു വ്യവസ്ഥിതി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ സമ്പത്തിന്റെ ഭാഗമായി നിൽക്കുക. ആൾക്ക് വിൽക്കാം, വാങ്ങാം, പണയം വെക്കാം, കൈമാറ്റം ചെയ്യാം. ഈ തരത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അടിമയായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി തെറ്റാണോ ശരിയാണോ? ഞാൻ യുദ്ധത്തിലാണോ, പ്രസവിച്ചിട്ടുള്ളതാണോ, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണോ, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല സുഹൃത്തെ. ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ഒരു വ്യവസ്ഥിതിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ വ്യവസ്ഥയിലേക്ക് ആളുകൾ എങ്ങനെ വരുന്നു വേറെ ചർച്ചയാണ്. ഒരു വ്യവസ്ഥിതിനെ കുറിച്ചാണ് സുഹൃത്തെ ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ഈ പറഞ്ഞ നിലവാരത്തിൽ അടിമയായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ അത് തെറ്റാണോ ശരിയാണോ? അത് യുദ്ധ സന്ദർഭത്തിൽ എന്തൊരു കഷ്ടം പറയണോ? യുദ്ധ സന്ദർഭം ആയിക്കോട്ടെ, അല്ലാത്തതായിക്കോട്ടെ, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിക്കോട്ടെ, സമ്മാനം കിട്ടിയതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ വ്യവസ്ഥിതിനെ കുറിച്ച് പറ. ആ വ്യവസ്ഥയിലേക്ക് ആളുകൾ എങ്ങനെ വരുന്നു എന്നുള്ളത് വേറെ ചർച്ച ചെയ്യാം. ആദ്യം ഇത് പറ. വ്യവസ്ഥിതി മോശമായതുകൊണ്ടാണ്. വ്യവസ്ഥിതി മോശമാണോ? വ്യവസ്ഥിതി മോശമായതുകൊണ്ടാണ്. ആണോ? ആ മോശമായ വ്യവസ്ഥിതി മോശമാണ് എന്ന് ഖുറാനിലുണ്ടോ? അത്രയോ ചോദ്യമുള്ളൂ. ഖുറാനിൽ മോശമാണ് എന്ന് പറയാൻ എന്തിനാണ് പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടുണ്ടോ? അതില്ലാത്ത വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? അതില്ലാതാക്കാൻ വേണ്ടി ഖുർആൻ പ്രകാരം അതൊരു മോശം വ്യവസ്ഥിതിയാണെന്ന് അള്ളാഹ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്നാ ചോദ്യം. അതുകൊണ്ടാണല്ലോ അവര് ഇല്ലാതാക്കാൻ. ഈ വ്യവസ്ഥിതി മോശമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന ഖുർആൻ വചനം പറയും. നീ നിന്നോട് ഞാൻ ഖുർആൻ വെച്ചിട്ട് അത് തെളിയിക്ക് സുഹൃത്തെ. ഖുർആൻ ഇതാ അടിമത്ത വ്യവസ്ഥിതി തെറ്റാണെന്ന് തെളിയിക്കുന്ന ഖുർആൻ വചനം വെക്ക്. ഖുർആൻ എന്നാണോ ദ പ്രോഫറ്റ് സെഡ് എന്നൊക്കെ വായിക്കണേ? ഇത് ഖുർആനിൽ ഇത് ഹദീസാണ്. എന്താ ഹദീസ് സുഹൃത്തെ? അടിമത്ത വ്യവസ്ഥിതി തെറ്റാണോ ശരിയാണോ? അടിമത്ത വ്യവസ്ഥിതി ചില ഈ യുദ്ധ തടവുകാരെ പിടിക്കുമ്പോൾ അവരോട് അടിമത്ത വ്യവസ്ഥിതി യുദ്ധ തടവുകാരെ കുറിച്ചല്ല ഞാൻ ചോദിക്കണേ. അടിമത്ത വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ വ്യവസ്ഥിതി തെറ്റാണോ ശരിയാണോ? നീ കാണുന്ന ഒരു അടിമത്ത വ്യവസ്ഥ ഞാൻ കാണുന്നു, നീ കാണുന്നില്ല. സ്ലേവറി സിസ്റ്റം എന്ന് പറയുന്നത് പൊതുവായി നിർവഹിക്കുന്നൊക്കെ വിട്. എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവും. നീ പറ. എനിക്ക് ഞാൻ അതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തന്നു. എല്ലാ മനുഷ്യന്മാർക്കും പറഞ്ഞു തന്നു. എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അടിമത്ത വ്യവസ്ഥിതി തെറ്റാണോ ശരിയാണോ പറ. അടിമത്ത വ്യവസ്ഥിതി തെറ്റാണോ ഇല്ലയെന്ന് പറയാനുള്ള നിന്റെ മാനദണ്ഡം എന്താണ് പറ. ഇസ്ലാമാണല്ലോ നമ്മളെ മാനദണ്ഡം. ഖുർആനിലാണല്ലോ. ഇസ്ലാമിലെ അടിമത്താണല്ലോ ചർച്ച. ഇസ്ലാമിലെ അടിമത്തം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അടിമത്തം തെറ്റാണോ അല്ലേ? നീ ഇപ്പൊ എന്തൊക്കെ അങ്ങോട്ട് മാറ്റി പറഞ്ഞു? നീ എവിടെയെല്ലാം ഉറച്ചു നിക്ക്. നീ എന്നോട് ഒന്ന് ഉറച്ചു നിക്ക്. ആദ്യം ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ ഇല്ലേ? ഹലാലാണോ അല്ലേ? ഇസ്ലാമിൽ അടിമത്തം തെറ്റാണെന്നോ അല്ല ശരിയാണോ കുഴപ്പമില്ലാന്നാണോ പഠിപ്പിച്ചിട്ടുള്ളത്? ഇതിൽ ഖുർആന്റെ തെളിവ് എന്താണ്? ഇതിൽ ഉറച്ചു നിക്ക്. ആദ്യം തീരുമാനാക്ക്. എന്നിട്ടല്ലേ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ.
അത് അല്ല നിന്നോട് ചോദിക്കുന്നതിന് അങ്ങോട്ട് മറുപടി എന്നോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അതിനുള്ള മറുപടിയിലാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കണേ. നീ പറഞ്ഞു 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതല്ല, മുഹമ്മദ് നബി തുടങ്ങിയതല്ല. ശരി, സമ്മതിച്ചു. നമ്മൾ മുഹമ്മദിന്റെ അടിമത്തല്ല ചർച്ച ചെയ്യുന്നത്, ഇസ്ലാമിലെ അടിമത്താണ്. നിന്നോട് ഇസ്ലാം എന്ന് പറയുന്നത് ആദം നബി തുടങ്ങിയതാണെന്ന് നീ പറഞ്ഞു. ആദം നബി ആദ്യത്തെ മനുഷ്യൻ മാത്രമല്ല, ആദ്യത്തെ പ്രവാചകനാണ്, അള്ളാഹുവിനെ കണ്ട മനുഷ്യനാണ്. അല്ലേ? നിന്നോട് പറയുന്നേക്കടാ, ആണോ അല്ലേ? ആദം നബി ആദ്യത്തെ മനുഷ്യനാണ്, അള്ളാഹുവിനെ കണ്ട മനുഷ്യനാണ്. ആണോ അല്ലേ? നീ ആദം നബീന്റെ അടുത്തേക്ക് പോവാൻ, ആദം നബിയിലല്ലേ ഇസ്ലാമിന്റെ തുടക്കം? എന്താ കഥ? ആദം നബിക്ക് പോകാൻ മണക്കെന്താ ഒരു ബേജാറ്? ആദം നബി അടിമത്തെ ഇല്ലാതാക്കി നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, നിന്നോട് ചോദിക്കാൻ ഇത്ര പാടാ? ഇജ്ജ് അവിടെ നിക്ക്, ഇജ്ജ് എന്താ പെടക്കണത്? അനക്ക് മറുപടി പറയാൻ അറിയില്ല കുട്ടിയെ. അനക്ക് വെറും ഈ ആവേശം മാത്രമേ ഉള്ളൂ. ഇപ്പണ് മലർത്തി അടിക്കാന്ന് വിചാരിച്ചു വിളിച്ചല്ലേ? ആവേശം അല്ലേ? നീ ഉത്തരം മുട്ടുന്നു. നീ ഉത്തരം മുട്ട? ആരപ്പോ ഉത്തരം മുട്ടുന്നത്? ഇതൊക്കെ നാട്ടുകാർ കേൾക്കാൻ പോകുന്നയാ. കേക്കും. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഇത് അതല്ലേ ഇനി പറ. ഇസ്ലാമാണോ ആദം നബി? ഇസ്ലാം ആദ്യത്തെ മനുഷ്യൻ ആദം നബി ആദ്യത്തെ മനുഷ്യൻ മാത്രമല്ല, ആദ്യത്തെ പ്രവാചകനും കൂടിയാണ്. എന്റെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ ചോദ്യത്തിനുള്ള എന്റെ മറുപടി ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയട്ടെ ആദ്യം. എന്തിന്? ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല സുഹൃത്തെ, ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയിൽ നീ കടന്നു മെഴുകിയതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇത്ര നേരം. കിടന്നു മെഴുകാനോ? നിനക്ക് മറുപടി തന്നപ്പം അതിന് കൃത്യമായിട്ട് മറുപടി ഇല്ല. അപ്പൊ നീ എന്താക്കി? ഇസ്ലാം ആണോ? ആർക്കാ മറുപടി ഇല്ലാത്ത? എന്നാണ് തുടങ്ങിയത് എന്നുള്ള ഇങ്ങോട്ടുള്ള കൗണ്ടർ ചോദ്യമല്ല അത് മറുപടിയാണ്. നീ പറഞ്ഞ മണ്ടത്തരം, അതായത് നിന്റെ ന്യായം അനുസരിച്ച് പറഞ്ഞുതരാം. തെന്നിക്കാനുള്ള ഒരു വിഷയം, ആ തെന്നിക്കലൊന്നും ഇവിടെ നടക്കൂല. അതല്ലേ പനോടി പറഞ്ഞത്. വിഷയത്തിൽ തെന്നിക്കാണ്. ആ തെന്നിക്കലൊന്നും ഇവിടെ നടക്കൂല, മനസ്സിലായോ? ആ നമ്പർ ഒന്നും ഇവിടെ നടക്കൂല. നീ വേറെ സ്ഥലം നോക്ക്. ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നല്ലേ? എന്ത് പറ. അടിമത്തം തെറ്റാണോന്ന് ചോദിച്ചു. ആദ്യം പറഞ്ഞു തെറ്റല്ല, പിന്നെ തെറ്റാണ്, പിന്നെ തെറ്റാവുന്ന സന്ദർഭം ഉണ്ടാവും, സാഹചര്യം ഉണ്ടാവും. അടിമത്തം ഹലാലാണോ ഹറാമാണോ? അന്ന് ഹലാലായിരുന്നു, ഇപ്പൊ ഹറാമാണ്, പിന്നെ ഹറാമായി, ഇപ്പോഴും ഹലാലാണ്. എവിടെയെങ്കിലൊക്കെ ഉറച്ചു നിക്ക്. അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി പറഞ്ഞുതരാം കേട്ടോ. അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി എന്റെ വിമർശനത്രേ ഉള്ളൂ. ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമാണ്. അള്ളാഹു എന്ന് പറയുന്ന ദൈവം ആദം നബി എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആള് മുതൽ മുഹമ്മദ് വരെ നീളുന്ന 1,00,000 ചില്ലാനം പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നാണ് ഇസ്ലാമിന്റെ അവകാശവാദം. അപ്പൊ ആദം നബി മുതൽ മുഹമ്മദിൽ എത്തുന്നതിനിടയിൽ എവിടെയോ വെച്ച് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായി വന്ന ഉരുത്തിരിഞ്ഞു വന്ന അടിമത്ത വ്യവസ്ഥിതിയെ അതൊരു മോശം വ്യവസ്ഥിതിയാണെന്നോ അത് തെറ്റാണെന്നോ മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണെന്നോ അള്ളാഹു എവിടെയും പറഞ്ഞതായിട്ട് തെളിവില്ല. അള്ളാഹുവിന്റെ ദീൻ എല്ലാ കാലത്തേക്കുമുള്ള മതം ഖുർആനിലൂടെ പൂർത്തീകരിക്കുമ്പോ അവിടെ അള്ളാഹു മനുഷ്യർക്കിടയിലുള്ള അടിമത്തത്തെ അള്ളാഹുവിന്റെ മഹത്വം വിശദീകരിക്കാൻ വേണ്ടി ഉദാഹരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. ജീവിച്ച് കാണിച്ചു തരാൻ വന്ന മുഹമ്മദ് നബി അടിമത്തത്തിന്റെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തുകയും തൗഹീദിന് പകരം അടിമ സ്ത്രീയെ, കന്യകയായ അടിമ പെണ്ണിനെ സമ്മാനമായി വാങ്ങുകയും ചെയ്ത മഹാനാണ്. ഈ മതത്തിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്നാണ് ചോദ്യം. ഈ പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി പറയണം കേട്ടോ. ഈ പറയുന്ന കണക്കിനില്ല ഇസ്ലാം എന്ന വ്യവസ്ഥയിലില്ല. ഇസ്ലാം അറേബ്യയിൽ വന്നു, അല്ല നിനക്ക് അറേബ്യയിൽ വന്നു, ഇസ്ലാം അടിമത്തം അവിടെയുള്ള അടിമത്തം നിരോധിച്ചെന്ന് വെക്കുക. ആ സമൂഹത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, നിന്നെ പോലെയുള്ള യുക്തിവാദികളായ കുറെ ആളുകളുണ്ട്. അവരുമായിട്ട് ഒരു യുദ്ധത്തിന് വന്നാൽ അവര് ചെയ്യും എന്താണ്? അവർ ഈ അള്ളാഹുവിന്റെ നിർദ്ദേശം, അള്ളാഹു അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരത് അംഗീകരിക്കാൻ പോകുന്നില്ല. അവര് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ പിടിച്ചിട്ട് യുദ്ധത്തിൽ അവർ വിജയിച്ചാല് മുസ്ലിങ്ങളെ പിടിച്ചിട്ട് എന്താക്കും? അടിമകളാക്കും. പക്ഷേ മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യും? മുസ്ലിങ്ങളുമായിട്ട് അള്ളാനെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിൽ ഇട്ടാണ് മൂടിക്കള. അതാണ് എന്നെക്കാളും നല്ലത് കേട്ടോ. അള്ളാനെ ഈ കോലത്തിൽ അപമാനിക്കാനാണ് കുസറും പുളിയില്ല ചങ്ങയ്യെ. അള്ളാനല്ലേ ഇപ്പൊ ഈ അപമാനിച്ചത്? അതായത് മക്ക ഖുറൈശികളും അന്നുണ്ടായിരുന്ന ജാഹിലിയ കാലത്തുണ്ടായിരുന്ന മനുഷ്യന്മാർക്കിടയിൽ അടിമത്തുണ്ട്, അതുകൊണ്ട് ഇസ്ലാം അള്ളാഹ് അനുവദിച്ചു കൊടുത്തു അടിമത്തം എന്നായി പറയണേ. ഇസ്ലാം ഓല നിലവാരത്തിൽ പോയിട്ടാണ് അള്ളാഹ് നിയമം ഉണ്ടാക്കുന്നത്. ഓല നിലവാരത്തിൽ അല്ലാണ്ട് യുദ്ധത്തിന് പിടിച്ച. അപ്പൊ പിന്നെ 6-ാം നൂറ്റാണ്ടിൽ അവിടെ അടിമകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ് ഈ അള്ളാനെ ഈ തോട്ടിലെറിഞ്ഞളാ. ഈ എന്ത് മണ്ടത്തെ? ഇപ്പൊ അള്ളാനെ എന്താക്കി? പറ. അള്ളാനെ എന്താക്കി പറ. നീ അതിന്റെ പ്രായോഗിക വശം. എന്ത് പ്രായോഗിക വശം? അള്ളാഹുവാണ് സുഹൃത്തെ, അത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കദറുകൾ അനക്ക് അറിയില്ലേ?
കതിറിലേക്കൊക്കെ നീ പോകാതിരിക്കട്ടെ, മനുഷ്യന് എന്ത് അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ച് ഇസ്ലാമിന്റെ അവകാശവാദത്തെയാണ് നീ ഇപ്പൊ സെപ്റ്റി ടാങ്കിലേക്ക് ഇട്ടത്. നീ നിന്റെ മുഹമ്മദ് അവിടെ പ്രവാചകനായി വരുന്ന സമയത്ത് ആ സമൂഹത്തിൽ അടിമത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ഓലി നമ്മളെ പിടിച്ച് അടിമയാക്കും, അതുകൊണ്ട് ഇസ്ലാം ഹലാലാക്കിന്നോ? എടാ അടിമത്തം എന്ന് അറിയുന്നില്ലേ? എന്തെടാ? സ്വതന്ത്രമായ സമൂഹത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് ആരെങ്കിലും അങ്ങനെ തന്നെയാ മുഹമ്മദ് എല്ലാരെയും ബലം പ്രയോഗിച്ച് അടിമയാക്കിയത്. എല്ലാരെയും. എന്തുകൊണ്ട് മുഹമ്മദ് എല്ലാവരെയും ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ വരെ ആക്രമിച്ച അവിടുത്തെ സ്ത്രീകളെ കുട്ടികളെയും പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. എന്ത് വേറെ കാര്യം? ശത്രുക്കൾ അടിമകൾ. ഇതൊക്കെ വിട് സുഹൃത്തെ, അതൊക്കെ വിട്. തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിന് പകരം കന്യകയായ അടിമപ്പെണ്ണിനെ സമ്മാനമായി സ്വീകരിക്കുകയും ഭാര്യനെ വാപ്പാന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ ഭാര്യന്റെ കിടപ്പറയിൽ ഈ അടിമ സ്ത്രീയെ പ്രാപിക്കുകയും ചെയ്തിട്ട് കണ്ടോണ്ട് വന്ന ഭാര്യ തൊലാക്ക് ചോദിച്ച കഥ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. ഇസ്ലാമിന്റെ അടുത്തെത്തിയ ഇസ്ലാം ഒരു മുസ്ലിമിന്റെ അടുത്തിയാല് അവർക്ക് സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവസരമാണ്. ഭയങ്കരാണ് സ്വാതന്ത്ര്യം. രാത്രി പോയി പിടിച്ചോണ്ടിരാ, പകല് സ്വാതന്ത്ര്യത്തിനുള്ള അവസരം കൊടുക്കുക. മാന്യമായിട്ട് സംസാരിക്കണമെങ്കിൽ അതിനുള്ള മാന്യത നിനക്ക് വേണം സുഹൃത്തെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേട്ടോ, ഈ ഒരു മോലിയരെ കൊണ്ടുവരെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചു കളിക്കണേ? ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ, ഒരു മോലിയരെ കൊണ്ടുവരെ. പേരുമില്ല ഫോട്ടോ ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ഇറങ്ങിയാണ് ഇപ്പൊ. എന്ത് ഹദീസ്? എനക്കൊരു 10 ഹദീസ് ഞാൻ തരാ. എന്ത് ഹദീസ? ഒരു നിങ്ങൾ തിന്നുന്നതെന്ന് കൊടുക്കണം, നിങ്ങൾ പിന്നെ കൊടുക്കുന്നതെന്ന് ഉടുക്കുന്നതെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതിയോ? പൊന്നാര ചങ്ങായി, അജി എവിടുന്ന വരുന്നത്? അജി ഏത് നൂറ്റാണ്ടിലാ? അപ്പൊ സ്ലേവ് ഉണ്ട് ഇസ്ലാമില്. ഇസ്ലാമില്ല ഞാൻ പറഞ്ഞു. ഇസ്ലാമിൽ ഉണ്ടാവും. സ്ലേവറി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. സ്ലേവറി അന്ന് കാലത്ത് ഉണ്ടായിരുന്നടാ. യുദ്ധത്തടവുകാരെ അങ്ങനെയാണ്. യുദ്ധത്തടവുകാർ മാത്രമൊന്നല്ലേ, വെറുതെ തള്ളി മറിക്കല്ലേ കേട്ടോ. യുദ്ധത്തടവുകാർ മാത്രമൊന്നല്ല. മാരിയത്തിൽ കിബിത്തിയനെ ഏത് യുദ്ധത്തിൽ കിട്ടിയതാ? പറ മാരിയത്തിൽ കിബിത്തിയനെ ഏത് യുദ്ധത്തിൽ കിട്ടിയതാ? മാരിയത്തിൽ കിബിത്തിനെ പറ. മുഹമ്മദ് നബിന്റെ അടിമയായിരുന്നു. പറ, ഏത് യുദ്ധത്തിൽ കിട്ടിയതാ? ഒരടിമയെ വില കൊടുത്തു മുഹമ്മദ് നബിക്ക് മാരിയത്തിൽ കിബിത്തിനെ ഏത് യുദ്ധത്തിലാണ് കിട്ടിയത്? ഏത് യുദ്ധത്തിൽ? എല്ലാ ആൾക്കാരും യുദ്ധത്തിൽ നിന്നല്ല പറഞ്ഞത്. പിന്നെ മാരിയത്തിൽ കിബിത്ത് ഓൾറെഡി ഒരു അടിമയായിരുന്നു. മാരിയത്തിൽ കിബിത്തിയെ മുഹമ്മദിന് കിട്ടിയത്. ലോകത്തിന്റെ പല ഭാഗത്ത് പലതും ഉണ്ടാവും. മുഹമ്മദിന് അടിമനെ കിട്ടിയത് എങ്ങനെ പറ? ആ രാജാവ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത്. എന്തിനു പകരം? അവിടെ പോയപ്പോ എവിടെ പോയപ്പോ? എന്റെ പൊന്നാര ചങ്ങാതിയെ, ഒരു കന്യകയായ പെണ്ണിനെ സമ്മാനം സ്വീകരിക്കുന്ന ഒരു ആളാണോ നിങ്ങളെ മുഹമ്മദ്? ആണോ? പെണ്ണിനെ സമ്മാനം വാങ്ങ്. പെണ്ണിനെ സമ്മാനം വാങ്ങി. അടിമ സ്ത്രീനെ സമ്മാനം വാങ്ങിച്ച പ്രവാചകനോ? അടിമ സ്ത്രീനെ സമ്മാനം വാങ്ങിച്ച പ്രവാചകനെ ഈ തോമസിന്റെ ഇംഗ്ലീഷ് കൊണ്ട് മറച്ചു പിടിച്ചാൽ ശരിയാകുമോ മോനെ? അന്നത്തെ കാലത്തിന്റെ നെറികേടുകളുടെ ഭാഗമാകാനാണോ മുഹമ്മദിനെ പറഞ്ഞത്? പറ. എന്ത് പ്രസന്റിസം സുഹൃത്തെ? എന്ത്? മുഹമ്മദ് എന്തിനാ വന്നത്? പറ. അന്നത്തെ സോഷ്യൽ റിയാലിറ്റിയിൽ കെട്ടിപ്പൂട്ടി വെച്ച കിതാബ് ഇന്നത്തെ കാലത്ത് പ്രസക്താണോ? അപ്പോ ഇന്നത്തെ പ്രസക്താണ്. ആണോ? എങ്ങനെ? പറ. ഇന്ന് ആ ഒരു 4 അവസരം തന്നിട്ടുണ്ട്. ഒരു യുദ്ധത്തടുകാരനെ പിടിച്ചാൽ 4 രീതിയിൽ കൈകാര്യം ചെയ്യാന്നറിയുന്നത്. അതില് അടിമയാക്കാമെന്നുണ്ടോ? അതിൽ ഏത് 4ാമത്തെ രീതിയിലോ? 4ാമത്തെ രീതി ഒന്നല്ല, അതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഏത് വേണം സ്വീകരിക്കാം. ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു. അപ്പൊ അടിമയാക്കാനുള്ള അനുവാദം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇജ്ജ് പറഞ്ഞു പിന്നെ ഈ പറയുന്ന രീതിയിൽ അടിമത്തം ഘട്ടം ഘട്ടമായി നിരോധിച്ചു എന്ന്. എടാ ഇനി നിക്കടാ, നീ എവിടെ നിക്കണ് കുഞ്ഞേ? എവിടെ നിക്കണ്? എന്റെ മൂട്ടില് തീയാണ് ഇപ്പോ. നിന്റെ അടിമ എന്നുള്ള പദം അറിയുന്ന ഇസ്ലാമിലില്ല. ആരാ പറഞ്ഞ? None of you should say my bondman and my slave. അതിന്റെ കാരണം ഈ കിതാബ് ഒന്നും വായിക്കാത്തോണ്ട് അതിന്റെ കാരണം നല്ല വിശദമായിട്ട് നമ്മുടെ ഇയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ അറിയോ എനക്ക്? തൗഹീദ് എന്താണ് കിതാബ് തൗഹീദിൽ അല്ല വിശദമായിട്ട് എന്തുകൊണ്ട് അടിമയെന്ന് വിളിക്കരുത് എന്ന് വിശദമായി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അടിമയെ വിളിക്കുന്നത് വിശദീകരിച്ചിട്ടുണ്ടാവും. അന്ന് പറഞ്ഞ അടിമത്തം ഇല്ലാതാവല്ല ചെയ്യുന്നത്. അടിമത്തം നിന്നോട് ഞാൻ പറഞ്ഞില്ല. എന്റെ ചോദ്യം പൊന്നു മോനെ ഇത്രേ ഉള്ളൂ. ഈ 2025 ജീവിക്കുന്ന 20 വയസ്സുണ്ടെന്നാണ് ഇപ്പൊ നീ പറഞ്ഞത്. 20 വയസ്സുള്ള നിന്നോട് ഞാൻ ചോദിക്കാണ്, നീ 2000-ന് ശേഷം ജനിച്ച കുട്ടിയാണല്ലോ, അതിനോട് ഞാൻ ചോദിക്കാണ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഉപകരണം പോലെയോ അല്ലെങ്കിൽ ഒരു ഉരുപ്പടി പോലെയോ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അധീനത്തിൽ നിൽക്കുന്ന അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി തെറ്റാണോ ശരിയാണോ? തെറ്റാണോ ശരിയാണോ എന്നെ ചോദ്യം. അതെ, അത് ഒരു കാര്യത്തിന് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ
അതിന് എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം പറയുന്നില്ല, അടിമത്തം ഒന്നും പറയുന്നില്ല. ഞാൻ എന്നോട് ചോദിക്കണേ, 2004 ജനിച്ച വീണ നീ വ്യക്തിയാണെങ്കിൽ, നീ 2004 ജനിച്ചു വീണ കുട്ടി, സ്വതന്ത്രനായ വ്യക്തിയാണെങ്കിൽ ഇന്ന് കാലത്ത് ഒരു സ്വന്തം വ്യക്തിയെ പിടിച്ച് അടിമയാക്കുന്നത് തെറ്റാണ്. അത് ഇസ്ലാമിലും ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല നീ ഉത്തരം പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ നീ 2025 ഇങ്ങനെ വെറുതെ മെഴുകണ്ട. 2000-ന് ശേഷം ജനിച്ച 20 വയസ്സ് മാത്രം പ്രായമുള്ള 2025 ജീവിക്കുന്ന ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി, സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും ക്രയവിക്രയം നടത്താനും പാരമ്പര്യ സ്വത്തായി മക്കൾക്ക് വീതിച്ചു കൊടുക്കാനും പറ്റുന്ന തരത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അധീനപ്പെടുത്തി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം തെറ്റാണോ ശരിയാണോ എന്നാ ചോദിച്ചത്. ആ സിസ്റ്റം തെറ്റാണോ ശരിയാണോ എന്നോട്? അതെ, ഒരു സ്വന്തം വ്യക്തിയാണ്. എന്തെന്ന് ഞാൻ ചോദിച്ചു, തെറ്റാണോ ശരിയാണോ? തെറ്റാണോ ശരിയാണോ ഒരു ചോദ്യത്തിന് അങ്ങനെ ഉത്തരം, ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഏത് ചോദ്യത്തിന് ഉത്തരമുണ്ട്? ഒരു സിസ്റ്റത്തിന് അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. അങ്ങനല്ല, ഇസ്ലാമിൽ അങ്ങനല്ല. ഇസ്ലാമിൽ അബോർഷൻ തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എക്സെപ്റ്റ് എന്ന കേസിൽ അത് എന്താണ് ശരിയാണ്. അത് അപ്പൊ അടിമത്തം ചില എക്സെപ്ഷണൽ കേസിൽ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ എന്താണ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ യുദ്ധ തടവുകാരായ ആളെ. സുഹൃത്തെ, ഞാൻ എന്നോട് ചോദിച്ചത് എന്താ? ഞാൻ എന്നോട് ചോദിച്ചത് എന്താ? ഈ പറയണത് എന്താ? ആരാ യുദ്ധ തടവുകാരെ, പ്രിസണേഴ്സ് ഓഫ് വാറിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല, അടിമത്തത്തെ കുറിച്ചാണ് ചോദിച്ചത്. അത് രണ്ടും രണ്ട് കാര്യമാണ്. അടിമയായിട്ട് ഇസ്ലാമിൽ സ്ലേവറിനെ കുറിച്ചാണ് ചോദ്യം. നീ എന്തിനാ എന്റെ ചോദ്യത്തിന് ഞാൻ പറയുന്ന കാര്യം ഉത്തരം പറയുന്നില്ല, വെറുതെ കിടന്ന് മെഴുക. ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ എന്റെ ശരിയാക്കി തരുമെന്ന് വിചാരിച്ചു. എനിക്ക് ശരിയായി തന്നില്ല. കാരണം നീ ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ? അടിമത്തം ഉണ്ടോ ചോദിക്കേ. ഇസ്ലാം ഒറ്റ ചോദ്യം എന്നോട് ചോദിക്കട്ടെ, ഇസ്ലാം അടിമത്തം നിരുത്സാഹപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഇല്ല, പറ. നിരുത്സാഹപ്പെടുത്തണമെങ്കിൽ ഒരു മിനിറ്റ്, ഒരു സിസ്റ്റം, ഒരു സംഭവം തെറ്റാണ് എന്നൊരു ബോധ്യം വേണ്ട സുഹൃത്തെ. ശരിയായ ഒരു കാര്യം ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തുവോ? ശരിയായ കാര്യം നിരുത്സാഹപ്പെടുത്തുമല്ലോ. അത് ഞാൻ കാണിച്ചു തരാം. അതിനുള്ള ഉദാഹരണം ഹദീസ് ഞാൻ കാണിച്ചു തരാം. ഒരു ഈ ചോദിച്ചതിന് മറുപടി പറഞ്ഞ അടുത്ത ഹദീസിലേക്ക് പോയി ഇങ്ങനെ പേടിച്ചോടി. അങ്ങനെ എന്നോട് ഞാൻ 2025 ജീവിക്കുന്ന നിന്നോട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്നോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. അതിൽ മതവും ഇല്ല, ഒരു കുന്തവും ഇല്ല, എന്നോട് ഞാൻ കലർത്തിയിട്ടില്ല. എന്നോട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതെ അതിന് നമ്മൾ മതത്തിന്റെ കളറൊന്നും കൊടുക്കണില്ല. നീ എന്നോട് ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ല. നീ എന്തൊരു കഷ്ടം. നീ ഇങ്ങനെയൊക്കെ സ്വതന്ത്രമായ വ്യക്തിയാണെങ്കിൽ അത് തെറ്റാണ്. അതേ സ്ഥാനത്ത് എന്നെ ആക്രമിക്കാൻ വന്ന, എന്നെ കൊല്ലാൻ വന്ന, എന്നെ ശത്രുതയോടെ എനിക്കെതിരെ ഗൂഢനീക്കം നടത്തുന്ന ആളുകളാണെങ്കിൽ ഓലെ പിടിച്ച് അടിമയാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം, പേരക്കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാം, അല്ലെ? അത് ചന്തയെ കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ ഈ അടിമ സംവിധാനം ഉണ്ടാണ്ടേ? അടിമ സംവിധാനം ഇല്ലാത്തടത്തിൽ അങ്ങനെ ചന്തയെ കൊണ്ടുപോയി വിൽക്കുക? ഇല്ലാത്ത ഇസ്ലാമിലാണ് സുഹൃത്തെ. ഈ 2024 ഈ സംഭവം ഇല്ലല്ലോ. അത് ഇസ്ലാമിന്റെ മുടുക്കല്ലോ. അത് ഇസ്ലാമിന്റെ മുടുക്കല്ലോ. ഇസ്ലാമിന്റെ മുടുക്കല്ലാണ്ട് ആരും മുടുക്കണം? അടിപൊളി. ഇസ്ലാമിൽ എന്താ? അതിന്റെ കാര്യം അടിമത്തം ഇസ്ലാം ഇല്ലാതാക്കാൻ എന്തൊക്കെയാ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നല്ലോണം നാട് നീളെ കിടന്നുറങ്ങുന്ന ഗോത്രങ്ങളെ പോയി ആക്രമിച്ച് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും പിഞ്ചു കുട്ടികളെ പിടിച്ചെടുത്തിട്ട് വീതം വെച്ച പ്രവാചകന്റെ പോരിശ പറയാൻ ഉസറും പുളിയില്ല ചെടയെ. കിടന്നുറങ്ങുന്ന കുട്ടികളെ പിടിച്ചെടുത്തോണ്ട് വന്നിട്ട് യോദ്ധാക്കൾക്കിടയിൽ സ്ത്രീകളെ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാനും കുട്ടികളെ വളർന്നു വരുമ്പോ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും പാകത്തിന് അടിമകളാക്കി വീതം വെച്ചു കൊടുത്ത ഒരു പ്രവാചകന്റെ പോരിശ പറയേജ് എനിക്ക് ഉസറും പുളിയില്ല ചങ്ങായെ. മനുഷ്യന്മാരെ കുറിച്ചാണ് ഈ പറയണത്. എന്ത് ഇസ്ലാമിലെ പ്രമാണം? ഇത് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? കിടന്നുറങ്ങുന്ന സ്ത്രീകളെയും കുട്ടികളെയും മുഹമ്മദ് പിടിച്ചെടുത്ത് അടിമകളാക്കി വീതിച്ചിട്ടുണ്ടോ? ഇല്ലേ? പറ. ജൂതഗോത്രമായി നടന്ന സംഭവങ്ങളൊക്കെ ഇതിൽ നിനക്ക് ഞാൻ ഇസ്ലാമിലെ സ്ലേവറി എന്താ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി പറ സുഹൃത്തെ. പിന്നെ വെറുതെ ഈ നിരുത്സാഹപ്പെടുത്താൻ പണിപ്പെട്ട പ്രവാചകൻ സമ്മാനം കിട്ടിയ അടിമ സ്ത്രീനെ ഒന്നിനെ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തു, ഒന്നിനെ വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു. അന്നത്തെ സോഷ്യൽ റിയാലിറ്റിയിൽ ജീവിക്കാൻ വന്ന ആളാണ് നിങ്ങളെ പ്രവാചകൻ. What was notably different from the slavery of the Western world, however, was the degree to which their slaves. സുഹൃത്തെ, എബ്രഹാം ലിങ്കൺ ഈസ് ഈക്വൽ ടു മുഹമ്മദ് നബി അല്ലല്ലോ.
എടാ ഇതൊക്കെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആരാണ്? എടാ പറ, മുഹമ്മദ് എന്ന് പറഞ്ഞ ആരാ നിങ്ങളെ വാദം അനുസരിച്ചിട്ട്? എടാ മുഹമ്മദ് നബീനെ നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവായിട്ടാണ് ഇപ്പൊ ഈ അവതരിപ്പിക്കുന്നത്. നിനക്കില്ലേ അന്ന് ചുറ്റുപാടിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. നിനക്കില്ലേ ഇസ്ലാമിന് മുന്നേ എങ്ങനെ എന്ത് ഇസ്ലാമിന് മുന്നേ എന്ന് പറഞ്ഞ ഒരു ലോകല്ല സുഹൃത്തെ. പിന്നെ മണ്ടത്തരം പറയും. ഇസ്ലാം എന്ന് പുറത്തു പോണ കഥ ഇജ്ജ് പറഞ്ഞു കൊടുക്കുന്നത്. എടാ ഇസ്ലാമിന് മുന്നേ എന്ന് പറഞ്ഞ ഇല്ല, ഇസ്ലാമിന് മുന്നേ അടിമത്തില്ലല്ലോ. എടാ അറേബ്യയിൽ ഞാൻ പറയുന്ന ഇസ്ലാമിന് മുന്നേ അടിമത്തുണ്ടോ ലോകത്ത്? പറ. ഇസ്ലാമിന് മുന്നേ അടിമത്തം ഇസ്ലാം വന്നതിന് ശേഷമല്ലേ അടിമത്തം ഉണ്ടായത് മനുഷ്യർക്കിടയിൽ? പറയും. മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു, അതായിരുന്നു ഇസ്ലാം വന്നതിന് ശേഷമാണോ, ഇസ്ലാം ഉണ്ടായതിനു ശേഷമാണോ മനുഷ്യർക്കിടയിൽ അടിമത്തം ഉണ്ടായതല്ലേ? എടാ നീ ഇസ്ലാമിന് ശേഷമാണോ ഇല്ല നീ എന്ത് മണ്ടത്തരാണ് പറ, നീ പറ. ഇസ്ലാം അറേബ്യയിലെ ഇസ്ലാമാണോ അടിമത്താണോ ആദ്യം ഉണ്ടായത് മനുഷ്യർക്കിടയിൽ? പറയും. പ്രവാചകൻ ഇത് പറയും സുഹൃത്തെ. ഇസ്ലാമാണോ അടിമത്താണോ മനുഷ്യർക്കിടയിൽ ആദ്യം ഉണ്ടായത്? എല്ലാ കാര്യവും മനുഷ്യർക്കിടയിൽ ഉണ്ടായി വന്നത് പിന്നെ മനുഷ്യന്മാരുണ്ടായി ശേഷമാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെ തൊടാതെ പറയല്ലേ. അടിമത്തമാണോ ഇസ്ലാമാണോ ആദ്യം ഉണ്ടായത്? ഇസ്ലാമാണോ അടിമത്താണോ മുന്നം ഉണ്ടായത്? പറ. എന്റെ ഒരൊറ്റ ഡയലോഗിന് നീ ഭയക്കുന്നു. എന്ത് ഭയപ്പെടുന്ന സുഹൃത്തെ? രാത്രി കിടന്നുറങ്ങുന്ന ഗോത്രങ്ങളെ പോയി ആക്രമിച്ച് അവിടുത്തെ പെൺകുട്ടികളെ വീതം വെച്ചു കൊടുത്ത പ്രവാചകന്റെ പോരിശ കേട്ടിട്ടാണ് ഞാൻ വിറക്കുന്നത്. 2025 അടിമത്തത്തെ കുറിച്ച് ചോദിക്കുമ്പോ അത് തെറ്റാണെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു യുവത്വം, അത് ഈ മാനവികതക്ക് എത്ര വലിയ ഭീഷണിയെന്ന് അറിയോ എനിക്ക്? നിന്റെ നിലപാട് ഇനിയും സ്ലേവറി എന്നൊരു സിസ്റ്റം വന്നാലോ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വികല ചിന്തകളാണ് ഇതൊക്കെ. ഇസ്ലാം എന്ന് പറയുന്ന മതം ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ തലച്ചോറിനെ ഇത്രമേൽ വിഷം നിറക്കുന്നതാക്കും. ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തവനാക്കി മാറ്റി. അതിന്റെ ഇരയാണ് നീ. അടിമത്തം എന്ന്, സ്ലേവറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ജനിച്ചു വീഴുന്ന കുട്ടികളെ അടിമകളായി കണ്ടിരുന്ന ഒരു വ്യവസ്ഥിതി പോലും അതിനകത്ത് പെടും. അത് കണക്ക് മുസ്ലിം ആ യുദ്ധത്തിൽ പിടിച്ചോണ്ടൊന്നും വേണ്ട. ഒരു മുസ്ലിം സ്ത്രീ ഇല്ല, ഒരു അടിമ സ്ത്രീക്ക് കീഴില് ഒരാളുണ്ടായാല് ആ യജമാന്റെ ഭരണത്തോട്, യജമാനന്റെ കുട്ടി അതല്ലടോ, വേറെ ഒരാൾക്ക് ഒരു അടിമ സ്ത്രീയും ഒരു അടിമ പുരുഷനെ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായാൽ ആ കുട്ടി നീ എന്താണ് ഒരു അക്കാദമിക് ഒരു സാധനം കോട്ട് ചെയ്യാൻ സമ്മതിക്കുക? എന്ത് അക്കാദമി? ഖുർആന്റെ മുകളിൽ എന്ത് അക്കാദമി സുഹൃത്തെ? അല്ലടാ ഖുർആന്റെ മുകളിൽ എന്താ അക്കാദമിക് കാര്യം? എനിക്ക് ഇസ്ലാമിന്റെ ഇല്ല, എനിക്ക് ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ കാര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ഖുർആനും ഹദീസുകളൊക്കെ പഠിച്ചിട്ട് എഴുതി അക്കാദമി അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഔട്ട്സൈഡ് ഒന്നുമില്ല. അക്കാദമിക് ചർച്ചയാണ് അത്രേ. എന്താ ബുക്കിന്റെ പേര് പറഞ്ഞേ? അന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കട്ടെ. ഞാൻ ഈ അടിമത്തവുമായി ബന്ധപ്പെട്ട കുറെ ബുക്കുകൾ കളക്ട് ചെയ്തോണ്ടിരിക്കാം. പറഞ്ഞു. ബുക്കിന്റെ പേരോ? സുഹൃത്തെ ഞാനേ ചെറിയ കാലത്തെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കവിത പറഞ്ഞുതരാം. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ നിന്ന് കേട്ടുക്കണോ? ഇസ്ലാമിലെ അടിമത്തം ഭയങ്കര പത്തരമാറ്റ അടിമത്തമായിരുന്നു എന്നും മറ്റുള്ള അടിമത്ത വ്യവസ്ഥയിൽ നിന്ന് അത് വളരെ വ്യത്യസ്തമായിരുന്നു എന്നും അടിമകൾക്ക് അവിടെ വളരെ സുഖമായിരുന്നു എന്നല്ലേ? അടിമകൾക്ക് വളരെ സുഖമായിരുന്നു. അടിമകൾ എങ്ങനെയാണ്? അടിമ വ്യവസ്ഥിതി ഉണ്ടോ? അടിമ വ്യവസ്ഥ എന്ത് പ്രിസണർ ഓഫ് വാർ? സമ്മാനം കിട്ടിയ അടിമനെ കുറിച്ച് ചോദിക്കുമ്പോ, രാത്രി കിടന്നുറങ്ങുന്ന സ്ത്രീകളെയും കുട്ടികളെയും കട്ടെടുത്തോണ്ട് വന്നിട്ട് വീതം വെച്ചു കൊടുത്ത പ്രവാചകനെ കുറിച്ച് ചോദിക്കുമ്പോ ഓന്റെ വായിൽ പഴം തിരികെ പോലെ ഇരിക്കുവൻ. എന്ത് റെയ്ഡ്? ഉറങ്ങി കിടക്കുന്ന കുട്ടികളെയും പെൺകുട്ടികളെയും പിടിച്ചെടുത്ത് വന്നിട്ട് വീതം വെക്കുന്ന റെയ്ഡ്? എന്ത് യുദ്ധം സുഹൃത്തെ? രാത്രി കിടന്നുറങ്ങുന്ന കുട്ടികളെ പിടിച്ചെടുത്തിട്ട് കുട്ടികളെ വീതം വെച്ച് അടിമകളാക്കി മാറ്റി വീതം വെച്ചു കൊടുത്ത പ്രവാചകനോ? കുട്ടികളെ യുദ്ധത്തിൽ മുഹമ്മദ് നബി കുട്ടികളെ അടിമകളാക്കിയിട്ടുണ്ടോ? മുഹമ്മദ് നബി കുട്ടികളെ അടിമകളാക്കി അണികൾക്കിടയിൽ വീതിച്ചിട്ടുണ്ടോ? ഇല്ലേ? പറ. കുട്ടികളും സ്ത്രീകളൊക്കെ മുഹമ്മദ് നബി കുട്ടികളെ അടിമകളാക്കി വീതം വെച്ചിട്ടുണ്ടോ? ഇല്ലേ? അവരെ സംരക്ഷണത്തിലാണ്. മുഹമ്മദ് നബി കുട്ടികളെ അടിമകളാക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ലേ? സ്ത്രീകളെയും മുഹമ്മദ് നബി മദീന ഭരിക്കുമ്പോൾ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് കുട്ടികളെ പിടിച്ചെടുത്ത് അടിമകളാക്കി മാറ്റി അണികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? നീ മറുപടി പറ. നിന്നോടല്ല ഞാൻ മറുപടി പറഞ്ഞത്. പറ. ചെയ്തിട്ടുണ്ടോ ഇല്ലേ? എന്നിട്ട് വിശദീകരിച്ചോ. ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നിന്നോട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചോ. ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ പറയാൻ നോക്കാം. പറയും. നിനക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് കട്ട് ചെയ്തിട്ടൊന്നല്ല, മൊത്തമായിട്ട്. എന്ത് കട്ട് ചെയ്യണേ? അതാ കേട്ടോ.
ഗോത്രവുമായി ജൂത കരാറിലോ അല്ലെങ്കിൽ മുഹമ്മദ് നബി കുട്ടികളെ പിടിച്ചെടുത്ത് അടിമകളാക്കി സ്വന്തം അണികൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടോ? സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട ഒരു ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ യുദ്ധത്തിൽ തോൽപ്പിച്ച ഒന്നും ഞാൻ ചോദിച്ചില്ല. മുഹമ്മദ് നബി കുട്ടികളെ അടിമകളാക്കി കൺവേർട്ട് ചെയ്ത് സ്വതന്ത്രരായ മനുഷ്യരുടെ കുട്ടികളെ പിടിച്ചെടുത്ത് അടിമകളാക്കി അണികൾക്കിടയിൽ വീതിച്ചിട്ടുണ്ടോ ഇല്ലേ? നിന്നോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, നീ ഇതിന് മറുപടി പറയുന്നില്ലല്ലോ. നീ ഒരു ചോദ്യം ചോദിച്ചപ്പോ കുടുങ്ങിയിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയത്. സ്ത്രീകളെയും യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും അവരെ പിടിച്ചിട്ട് എന്താക്കി അടിമകളാക്കിയിട്ടുണ്ടോ? അടിമകളാക്കി വീതം വെച്ചിട്ടുണ്ടോ? യുദ്ധം ചെയ്ത ആളുകളുമായി യുദ്ധം ചെയ്തവരല്ല ഞാൻ പറഞ്ഞത്. കിടന്നുറങ്ങുന്ന ഗോത്രത്തിലെ കുട്ടികളെയും സ്ത്രീകളെയും, കിടന്നുറങ്ങിയ ഗോത്രത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും, കിടന്നുറങ്ങിയ ഗോത്രങ്ങളിലെ കുട്ടികളെയും സ്ത്രീകളെയും മുഹമ്മദ് നബി പിടിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് വെച്ചാൽ പറ. അപ്പൊ ഞാൻ പറയാം ഗോത്ര കണക്ക്. ഏത് ഗോത്രം നീ പറ. ഏതെങ്കിലും ഗോത്രത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ടോ? റീസൺ അല്ല ചോദിച്ചത് സുഹൃത്തെ, ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് പറ. ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഒരു യുദ്ധത്തിൽ ഒരാൾ യുദ്ധമല്ല സുഹൃത്തെ ചോദിക്കണേ, കിടന്നുറങ്ങിയ കുട്ടികളെ പിടിച്ചെടുത്ത് അടിമകളാക്കിയിട്ടുണ്ടോന്ന്. നിന്നോട് പറഞ്ഞില്ലേ അവിടെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കിടന്നുറങ്ങിയ കുട്ടികളെ യോദ്ധാക്കളെ കുറിച്ചല്ല ചോദിക്കുന്നത്, കിടന്നുറങ്ങിയ കുട്ടികളെ ഒരു ഗോത്രമായിട്ടുള്ള അവിടുത്തെ പുരുഷന്മാർ വധിക്കപ്പെട്ട പിന്നെ അവരെ കിടന്നുറങ്ങിയ കുട്ടികളെ പിടിച്ചെടുത്ത് അടിമകളാക്കിയിട്ട് മുഹമ്മദ് നബി വീതം വെച്ചിട്ടുണ്ടോ? അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. എന്താണ് ഇത്ര ബേജാറ്? ഏതാ സംഭവം എന്ന് പറ. ഏത് സംഭവം? ഏതെങ്കിലും സംഭവത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നീ എന്നോട് ചോദിക്കാണ്, അനക്ക് ഉത്തരമില്ല. അനക്ക് ധൈര്യമില്ല. എന്റെ നബീനെ കുറിച്ച് അനക്ക് ധാരണയില്ല. ഉണ്ട് എന്ന് പറയാനും വയ്യ, അനക്ക് ഇപ്പോ ഇല്ല എന്ന് പറയാനും വയ്യ. അതാണ് എന്റെ പ്രശ്നം. ചോദിക്കുന്നത് മുഹമ്മദ് നബി ഒരാളെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും പറ. കൊന്നിട്ടുണ്ടെങ്കിൽ പറയും. കൊന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട് അറിയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയില്ലേ? അല്ല, ഇല്ലാണ്ട് നല്ല പറയാ. പിന്നെ കൊന്നിട്ടുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ കൊന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെയാണ് അതിന്റെ കാരണം പറയാ. മുഹമ്മദ് നബി കൊന്നിട്ടുണ്ടോ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി കുട്ടികളെ പിടിച്ചെടുത്തിട്ടുണ്ടോ, അടിമകളാക്കി വിതരണം ചെയ്തിട്ടുണ്ടോ? പറയും. യുദ്ധത്തിൽ ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി ഉറങ്ങിക്കിടന്ന കുട്ടികളെ പിടിച്ചെടുത്ത് വിതരണം ചെയ്തിട്ടുണ്ടോ, അടിമകളാക്കി മാറ്റിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ പറ. പറയാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇജ്ജ് പറഞ്ഞാ മതിയേ, ഈ പറയണില്ലല്ലോ. യുദ്ധത്തില് ഞാൻ യുദ്ധമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. യുദ്ധമൊന്നും നടക്കാത്ത സമയമാണ് ഞാൻ ചോദിക്കണേ. യുദ്ധം നടക്കാതെ വെറുതെ ഒരാളെയും പിടിച്ചിട്ട്, പ്രവാചകൻ പിടിച്ചിട്ട് വെറുതെ ഒരു കാരണമില്ലാതെ ആരെയും പിടിച്ചിട്ട് അടിമയാക്കിയിട്ടില്ല. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയും സുഹൃത്തേ. ഉത്തരം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ത്? മുഹമ്മദ് നബി ഏതെങ്കിലും ഗോത്രത്തിലെ കുട്ടികൾ കിടന്നുറങ്ങുമ്പോ അവരെ പിടിച്ച് അടിമയാക്കിയിട്ടുണ്ടോ? നിന്റെ ആ വേലൊക്കെ നിന്റെ ഉള്ളിൽ ഇരുന്നാ മതി മോനെ. ചെയ്തിട്ടില്ല. നടക്കൂല. നിന്റെ ഇല്ല വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. അതിൽ നീ കാണിച്ചു കൂട്ടുന്ന എന്ത് കാണിച്ചു കൂട്ടുന്നത്? ഇപ്പൊ ഇവിടെ പറ. ഇപ്പൊ എന്റെ മുന്നിലില്ലേ? എന്നെ തോൽപ്പിക്കാണ്ട് കൃത്യമായിട്ട് നീ തോൽപ്പിക്കാതല്ല, നീ ഇത് ഇട്ടിട്ട് ഒന്നും ഷോർട്ട് വീഡിയോ ആക്കും. ഇത് എന്റെ വായിന്ന് ഇതാ കേട്ടോ എന്നുള്ള ഹാഷ്ടാഗ് കൊടുത്തിട്ട്. അപ്പൊ നിന്റെ ഐഡിയകളും കാര്യങ്ങളും പറയൂ സുഹൃത്തെ. അനക്ക് എന്തത്ര ബേജാറ്? അനക്ക് അള്ളാന്റെ പ്രവാചകൻ എന്ത് ചെയ്താലും നന്മയല്ലേ? പറയും. ഞാൻ പറഞ്ഞു. ഉത്തരം പറഞ്ഞു. പറ. മുഹമ്മദ് നബി കുട്ടികളെ പിടിച്ചെടുത്ത് അടിമയാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? യുദ്ധത്തില് പരാജയപ്പെട്ട ഞാൻ യുദ്ധം വന്നു. എന്താണ് ഇത്ര ബേജാറ്? പറഞ്ഞില്ല എന്നോട്. എന്ത്? പറ. ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്ന് അറേബ്യയിൽ. എന്ത് റെഗുലേഷൻസ്, റെസ്ട്രിക്ഷനും ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി പറയണില്ല. ആ പ്രാക്ടീസ് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചതിനൊന്നും നീ പറഞ്ഞില്ല, മറുപടി പറയണില്ല. ഒരു ചോദ്യത്തിന് പോലും നീ മറുപടി പറയണില്ല. ഭയങ്കര കഷ്ടപ്പെട്ടത്. അതിനുള്ള വേഴ്സസാണ് 492, 559, 913 ഒക്കെ. പ്രവാചകൻ ഇതാ, പ്രോഫറ്റ് മുഹമ്മദ് അപ്രോച്ച് അബോളിഷൻ ഓഫ് സ്ലേവറി. വൈൽ പ്രോഫറ്റ് മുഹമ്മദ് did not immediately abolish slavery, he established principle and practice. അതാണ് അന്ന് പ്രായോഗികമായത്. That aimed to reduce and eventually eliminate the institution. മനസ്സിലായോ? In freeing the slaves, the prophet and his companion freed many slaves, often as an act of charity or to atone for mistakes. മുഹമ്മദ് നബി കണ്ടുപിടിച്ചതാ?
improved treatment. Islam introduced regulations to improve the treatment of slaves, including നീ providing വെറുതെ ഇംഗ്ലീഷ് വായിച്ച് clothing, കഷ്ടപ്പെടണ്ട. shelter, പുണ്യം കിട്ടാൻ വേണ്ടി അടിമകളെ മോചിപ്പിക്കുന്നത് മുഹമ്മദ് നബി കണ്ടുപിടിച്ച പുതിയ സൂത്രമായിരുന്നു. പുതിയ സൂത്രാണെന്നോ? ഖുർആൻ അത് മുഹമ്മദിന് മുമ്പ് ഉള്ള മനുഷ്യന്മാർക്ക്, അതായത് നിങ്ങൾ ജാഹിലിയ കാലത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ? ജാഹിലിയ കാലത്ത് അടിമകൾക്ക് വളരെ ജാഹിലിയ കാലത്ത് പുണ്യം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ജാഹിലിയ കാലത്ത് അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യമായി കണ്ടിരുന്നോ ഇല്ലേ? ഇപ്പം പറഞ്ഞേടാ, നിനക്ക് ഇപ്പം പറഞ്ഞുതരാം. അല്ല ഇത് പറ, മറുപടി പറ. പറഞ്ഞുതരാം, ബോളി പറഞ്ഞുതരാം. പറ, എന്താണ് ഇത്ര താമസം? നീ ചോദിച്ചതിന് അത്രേ ഉള്ളൂ. അതായത് ജാഹിലിയ കാലത്ത് അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യമായിട്ട് കണ്ടിരുന്നോ? പറയ്. ഇജ്ജ് എന്താ പിന്നെ ചാറ്റ് GPT പോയിക്കാ? ഇജ്ജ് എവിടെ നോക്കണേ? ഇജ്ജ് എന്താ നോക്കണേ? ഞാനിതാ ഇത് നോക്കിയാണ്. ഇതാ എന്ത് ചോദിക്കുന്നതാണിത്. ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ടാണ് ഇജിനോട് വർത്തമാനം പറഞ്ഞേ? പിന്നെ അറിയാത്ത കാര്യം ഇജ് ചാറ്റ് ജിപിടിനോട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുക തേങ്ങാക്കൊല. ഞാൻ വിചാരിച്ചു ഈ ചാറ്റ് ജിപിടി ആനക്കെന്ത് കുന്തറിവിനെ ഇതിനെ കുറിച്ച് ചാറ്റ് ജിപിടിനോട് ചോദിച്ചോണ്ടിരിക്കുകയാണല്ലോ അവന്. പിന്നെ അറിയാത്ത കാര്യം എന്നാ പറ, ചാറ്റ് ജിപിടി എന്താ പറ, നോക്കാം. പറ, നോക്ക. Before the advent of Islam in Arabia, freeing slaves was not widely practiced or considered a virtue. Slavery was widespread. Slavery was a common practice in pre-Islamic Arabia, with slaves being captured during purchased from slave market or born into slavery. Tribal custom. Arabian tribes had their own customs and traditions. വല്ലാത്തൊരു കഷ്ടമുണ്ട് എന്റെ കാര്യം. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്ത് മറച്ചു വെച്ചിട്ട് അല്ലല്ല നിർത്ത്. ഇജ് ചാറ്റ് ജിപിടിനോട് ചോദിക്ക, എന്നിട്ട് ഇജ് ഡയലോഗ് അടിക്ക. പിന്നെ എനിക്ക് അറിയാത്ത കാര്യം ചോദിക്കൂലേ? അനക്ക് അറിയാത്ത കാര്യം ചാറ്റ് ജിപിടിനോടാ ചോദിക്കുക. ഇസ്ലാമിന്റെ കാര്യം ഇസ്ലാമിക പ്രമാണങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിലാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചിട്ടാണടാ ഈ മണ്ട ഇവരുത്തരം ഇത് ആരുത്തരം പറയണത്? ചാറ്റ് ജിപിടി വെച്ചിട്ടോ? ചാറ്റ് ജിപിടി അതിന്റെ ഇൻഫർമേഷൻ എന്നാ പറ, റെഫറൻസ് പറ, ഇസ്ലാമിന്നുള്ള റെഫറൻസ് പറ. ചാറ്റ് ജിപിടി എനിക്ക് പറഞ്ഞത് എന്തിന്? ഇതിനുള്ള റെഫറൻസ് ഇതങ്ങനെ ഇതിനുള്ള ഇസ്ലാമിന് മുന്നേ ഉള്ള കൾച്ചറിന്റെ കാര്യങ്ങളൊക്കെ നടക്ക് ഞാൻ പറഞ്ഞുതരാം. ഹദീസ് എടുത്തോ, അനക്ക് ഇത്രയൊന്നും കഷ്ടപ്പെടണ്ടല്ലോ. സഹീഹ് ബുഖാരി 1436 എടുത്തോ. സഹീഹ് ബുഖാരി നീ ഒരു ഹദീസ് വെച്ചിട്ടാണോ? സഹീഹ് ബുഖാരി ഇതേ വിഷയമാണ്. ഇജിപ്പോ ചാറ്റ് ജിപിടി എനിക്ക് റെഫറൻസ് ഇല്ലല്ലോ. അല്ല നീ ഒരു ഹദീസ് വെച്ചിട്ടാണോ? ഞാൻ ഹദീസ് പറഞ്ഞുതരാം. സഹീഹ് ബുഖാരി 1436 എടുക്ക്. നമുക്ക് ഇതൊക്കെ ചാറ്റ് ജിപിടി ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും സെർച്ച് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ഇംഗ്ലീഷുകാരനല്ലേ, എടുക്ക് ഇജ്ജ് എടുത്ത് വായിച്ചാൽ മതി. 1436 എടുത്ത് വായിച്ചോളൂ. വായിക്കേ സുഹൃത്തെ. ചാപ്റ്ററിന്റെ ഹെഡിങ് വേണം ഞാൻ വായിച്ചുതരാം. ബാബു മൻ തസദ്ദഖ ഫീ ശിർകിൻ സുമ്മ അസ്ലമ എന്നാണ്. സഹീഹ് ബുഖാരി എന്താണിത്? whoever frees a Muslim slave, Allah will save all the part of his body from the hell. സഹീഹ് ബുഖാരി 1436 sunna.com ആണെങ്കിൽ sunna.com. റെഫറൻസുകൾ പല സ്ഥലത്തും പലതായിരിക്കും, നമ്പറുകൾ വ്യത്യാസം ഉണ്ടാവും. ഹദീസ് നമ്പർ 1436. ഇതെന്താണോ ഇപ്പം ഐ സൈഡ് ടു അല്ലാഹ് അപ്പോസ്റ്റൽ ബിഫോർ എംബ്രേസിംഗ് ഇസ്ലാം ഐ യൂസ് അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ, ബാബ് ഒന്ന് വായിച്ചേ. ഒബ്ലിഗേറ്ററി ചാരിറ്റി ടാക്സ്.
ബാബു മൻ തസദ്ദഖ ഫീ ഷിർക്കിൻ സുമ്മ അസ്ലമ വായിക്ക്. അതല്ല സഹീഹ് ബുഖാരി 16:36 സുന്നാ 16 അല്ല 14. അനക്കെന്താ തീരെ ചെവിയും പ്രശ്നം. 14:36 I said to Allah apostle before embracing Islam I used to do good deeds like giving in charity. ഞാൻ ഹക്കീം ബിൻ ഇസം എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, ചാരിറ്റി ചെയ്യാറുണ്ടായിരുന്നു, അടിമകളെ മോചിപ്പിക്കാറുണ്ടായിരുന്നു, ആൻഡ് കീപ്പിംഗ് ഓഫ് ഗുഡ് റിലേഷൻസ് വിത്ത് കിത്ത് ആൻഡ് കിൻ. പിന്നെ ഫാമിലിയുമായിട്ട് നല്ല റിലേഷൻ. അപ്പൊ ഇയാൾ എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? ഒരു മിനിറ്റ് അവിടെ നിക്ക് ഇപ്പൊ വായിച്ചതിന്റെ അർത്ഥം പറയും. അതായത് ഇസ്ലാമൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവര് നല്ല നന്മകൾ ചെയ്യാറുണ്ടായിരുന്നു. ആ നന്മകൾ എന്തൊക്കെ? ചാരിറ്റി കൊടുക്കുമായിരുന്നു. ഒരാൾ ഇനിയിപ്പോ നന്മകളിലേക്ക് ഒന്ന് കൊണ്ടുപോലോ. സ്ലേവ് അല്ല, മുഹമ്മദ് നബി കണ്ടുപിടിച്ച നന്മയല്ല സുഹൃത്തെ. അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യത്തിന് വേണ്ടിയും നന്മയായിട്ട് കണ്ടിട്ടും സൽക്കർമായി കണ്ടിട്ടും തന്നെയാണ് മനുഷ്യന്മാർ ചെയ്തിരുന്നത്. മുഹമ്മദ് നബി നീ ഇങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കണ്ട? പിന്നെ എനിക്ക് ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് അവിടെയുള്ള ആ വ്യക്തിയുടെ ബോധ്യം ആ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. എല്ലാരും അങ്ങനെ ചെയ്തിരുന്നു എന്നൊന്നല്ലല്ലോ. ആ സമൂഹത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ ചാരിറ്റിയും സ്ലേവുകളെ ഒരു മിനിറ്റ് അവിടെ നിക്ക്. നീ എന്താ പറഞ്ഞേ? അടിമകളെ മോചിപ്പിക്കലും അല്ലെങ്കിൽ അടിമത്തെ മോചിപ്പിക്കൽ പുണ്യമായിട്ട് ഇസ്ലാമാണോ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്? അത് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസാണ്. അത് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസമല്ല, അയാൾ സ്ലേവിനെ മോചിപ്പിക്കാണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. എന്തിന് ഐ യൂസ്ഡ് ടു ഡു ഗുഡ് ഡീഡ്സ് എന്ന് പറഞ്ഞ എന്താ? ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അവര് നല്ല കാര്യങ്ങളായിട്ടാണ് അടിമേനെ മോചിപ്പിക്കലും ചാരിറ്റി കൊടുക്കലൊക്കെ കണ്ടിരുന്നതെന്ന്. അത് ഇസ്ലാം സ്വീകരിച്ചിട്ടും അല്ല, അതിന്റെ മുമ്പത്തെ കാര്യമാണ് ഈ പറയണത്. ബാബു മൻ തസദ്ദഖ ഫീ ഷിർക്കിൻ. എടാ മുമ്പത്തെ കാര്യം എന്ന് പറയുമല്ലേ, ബാബു മൻ തസദ്ദഖ ഫീ ഷിർക്കിൻ സുമ്മ അസ്ലമ. ഇതാണ് ഹെഡിങ്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നീ എന്ത് ഉദാഹരണം? ഈ അടിമത്തത്തിലേക്ക് വാ. അപ്പൊ അത് കയ്യിൽ നിന്ന് പോയി. ഇനി അടുത്തത് പറ. അടിമത്തത്തെ മോചിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇസ്ലാമിൽ നിന്ന് ഒരു മുസ്ലിമിന്റെ കീഴിൽ നിന്ന് ഒരു അമുസ്ലിമായ അടിമ ഓടിപ്പോയാൽ ഓന്റെ വിധി എന്താ? ഓന്റെ വിധിയല്ല നിന്നോട് ഇത് വിധി എന്താ? ഈ പറ. അടിമകളെ എങ്ങനെയെങ്കിലൊക്കെ മോചിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കണ ഇസ്ലാമാണല്ലോ. അടിമത്തം ഒരു അടിമയെ മോചിപ്പിക്കുന്നു, അടിമ ഒരാളെ കീന്ന് ഓടിപ്പോയുള്ള കാര്യമൊക്കെ. ശരി, ആയിക്കോട്ടെ. എന്നാ ഞാൻ എന്നോട് അടുത്ത ചോദിക്കാം. അടിമയെ മോചിപ്പിക്കലാണോ അമ്മാവന് സമ്മാനം കൊടുക്കലാണോ കൂടുതൽ പുണ്യം കിട്ടുക? രണ്ടും ഒരുപോലെ പുണ്യമുള്ള കാര്യമാണ്. അമ്മാവന് സമ്മാനം കൊടുക്കലാണോ അടിമയെ മോചിപ്പിക്കലാണോ കൂടുതൽ പുണ്യം? ഒരേപോലത്തെ അല്ല ഞാൻ ചോദിച്ച കൂടുതൽ. പറ. ഇജ് ചാറ്റ് ജിപിടിനോട് ചോദിക്കണ്ട, ഞാൻ ഹദീസ് പറഞ്ഞുതരാം. സഹീഹ് ബുഖാരി 25:94 എടുത്തോ. 25:94 എടുത്തോ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അവിടെ കുട്ടിയെ. ഇജ് എന്തിനാണ് ചാറ്റ് ജിപിടിനെ കഷ്ടപ്പെടുത്തുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹദീസിൽ എഴുതി വെച്ചത് വായിക്ക്. ഞാൻ അനക്കല്ലേ വായിച്ചു തന്നെ. ഞാൻ നിനക്ക് ഹദീസ് തരടാ, ഞാൻ തരാം. സഹീഹ് ബുഖാരി 25:94 വായിക്ക്. ഈ ഹദീസ് നീ വായിച്ചോ. ഇത് വായിച്ചാ പിന്നെ സഹീഹ് ബുഖാരി 25:94 വായിക്കാൻ എനിക്ക് എന്താ ഒരു ബേജാറ്? നിനക്കെന്താ ബേജാറ്? ഞാൻ പറയുന്നതിന് പറഞ്ഞോ. അങ്ങനെ ബേജാറാന്നത് പറഞ്ഞോ. ഹദീസ് നമ്പർ പറഞ്ഞോ. നീ ബേജാറാണെന്തിനാ? പറഞ്ഞോട്. നീ ബേജാറ് അനക്കിപ്പോ അതിന് സുന്നാൻ.com പറഞ്ഞല്ല, മറ്റേ ഇത് പറഞ്ഞു തന്നിട്ട് വേണ്ടേ? ചാറ്റ് ജിപിടി പറഞ്ഞു തന്നിട്ട് വേണ്ടേ? അനക്കത് അറിയോ? ഹദീസ് എടുക്കണ്ടടാ. ഹദീസിന്റെ ഫോണിൽ ഹദീസ് എടുക്കണ്ടേ? എന്നോട് ഞാൻ പറയാണ് സഹീഹ് ബുഖാരി. ഞങ്ങൾക്ക് നമ്പർ പറഞ്ഞു തരുമ്പോ എന്താ തൊടാത്ത? നിനക്ക് നമ്പർ ഞാൻ പറഞ്ഞിരുന്നു. ഇതാ അല്ലാഹ് മെസഞ്ചർ സേ he who slap his slave or beats him, the expiation for it is that he should set him free. നിർത്തി പോടാ. പറഞ്ഞു ഹദീസ് നമ്പർ കഴിഞ്ഞിട്ടില്ല. അയാളെ എന്താണ് പ്രായച്ചിത്തം? അയാളെ മോചിപ്പിക്കാന്നല്ല. ഇതിലും ഞാൻ ചോദിച്ചത് അതല്ലല്ലോ സുഹൃത്തെ. അടിമ വിമോചകൻ. ഞാൻ ചോദിച്ചത് അതല്ലല്ലോ എന്നോട് ഞാൻ ചോദിച്ചത് എന്താ? അമ്മ അവന് സമ്മാനം കൊടുക്കലാണോ അടിമയെ മോചിപ്പിക്കലാണോ കൂടുതൽ പുണ്യം? രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്യാണ് ഇവിടെ. സുഹൃത്തെ അല്ലടാ പ്രവാചകനെ എന്ന് വിളിച്ചത്. ഇതുകൊണ്ടൊക്കെ ഇത് നമ്മൾ ഈ ഭാഗം കേൾപ്പിക്കുമ്പോ ഞാൻ ഈ ഹദീസ് ഭാഗം അവിടെ കാണിക്കാം. നീ തൊട്ട് ഉപ്പ് നോക്കാൻ പേടിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇസ്ലാമിന്റെ
നീ പറഞ്ഞ ഹദീസ് പറ. തലയും പാലും ഹദീസും ഹദീസ് കൊണ്ടുവന്ന് നിനക്ക് നിന്റെ രീതിയിൽ ഇസ്ലാം അടിമകളെ, സ്ത്രീകളെയും സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് അടിമയാക്കി മാറ്റിയ മുഹമ്മദിന്റെ പോരിശ എന്റെ മുന്നിൽ വിളമ്പണ്ട. അത് നീ വേറെ സ്ഥലത്ത് പോയി പറഞ്ഞു കേട്ടോ. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം ഹദീസ് പറയുമ്പോ എനിക്ക് വിറക്കാണ്, എനിക്ക് പിടുക്ക് വിറക്കാന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് കേട്ടോ. സഹീഹ് ബുഖാരി ബുഖാരി അവിടെ കിടക്കണ, അതിന്റെ ചരിത്രകാരൻ അവിടെ കിടക്കണ. 5 വയസ്സിന്റെ വിവരമില്ലാത്ത നീയും സഹീഹ് ബുഖാരി അവിടെ കിടക്കണ, ഇജിപ്പോ പറഞ്ഞ ചരിത്രകാരൻ അവിടെ കിടക്കണ. അനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ ഈ ഹദീസ് വായിക്കും. അനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ ഹദീസ് വായിക്കും, ഇല്ലെങ്കിൽ നിർത്തി പോയിക്കോ. വായിക്ക് സഹീഹുൽ ബുഖാരി 2594 എടുക്ക്, വായിക്ക്. സഹീഹ് ബുഖാരി 2594 എടുത്ത് വായിക്ക്. 2594 എടുത്ത് വായിക്ക്. എന്നോട് ചോദിച്ചു ഏതാണ് കൂടുതൽ പുണ്യം, അമ്മാവന് സമ്മാനം കൊടുക്കലാണോ മോചിപ്പിക്കലാണോ? വായിക്കടോ. ഇഞ്ചി മുണ്ടൂലഞ്ഞി അണ്ണാക്കിൽ പിരിവെട്ടുക എന്നതിന് ഞങ്ങൾ നാട്ടിൽ പറയാം. വായിക്ക് സഹീഹ് ബുഖാരി 2594. ഈ ഹദീസ് സെർച്ച് ചെയ്യായിരിക്കും ഞാൻ വിചാരിക്കുന്നു. sunnah.com സഹീഹ് ബുഖാരി 2594. ഹലോ, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല മോനെ. എന്റെ ഫോണിന് ഒരു കുഴപ്പമില്ല, അവിടെ എന്റെ ശ്വാസം എടുക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല, നീ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹലോ ചെറുമ്പുളിയില്ലാത്ത ഓരോരോ സാധനങ്ങൾ വന്നോളൂ. എന്തോ മഹാസംഭവമാണെന്ന് വിചാരിച്ച് വന്നതാണ് പാവം. ഏതോ മൂല്യര് ആണിത്. അതുകൊണ്ട് ഇല്ല, വായിച്ചിട്ടില്ല. നീ ഇപ്പൊ എന്തൊക്കെ നമ്പർ കാണിച്ചു? മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് മിണ്ടാതിരിക്കുക, എന്നിട്ട് ഞാൻ കോള് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അന്നെ പോലത്തെ എന്തോരം സാധനങ്ങളോട് കൈകാര്യം ചെയ്തിട്ട് ഞാൻ വരുന്ന അറിയോ? സഹീഹ് ബുഖാരി 2594. നീ ജന്തോടെ പറഞ്ഞു, ഞാൻ ഇത് സ്ക്രീനിൽ ഇത് പറയുമ്പോ ഞാൻ സഹീഹ് ബുഖാരി 2594 നിനക്ക് ഞാന് അതിനൊക്കെയുള്ള മറുപടി ഇതിന് മുന്നേയുള്ള ഹദീസിൽ ഇല്ല. അതിനുള്ള മറുപടി അല്ല. സഹീഹ് ബുഖാരി 2594. എന്നോട് ചോദിച്ചത് അടിമ മോചനം മഹാപുണ്യാണെന്ന് ഇജ്ജ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അടിമത്ത മോചനമാണോ പുണ്യം, അമ്മാവന് സമ്മാനം കൊടുക്കലാണോ കൂടുതൽ പുണ്യം? ഞാൻ ചോദിച്ചു, മറുപടി അതുകൊണ്ടാണ് അടിമ മോചനമാണോ കൂടുതൽ പുണ്യം, അമ്മാവന് സമ്മാനം കൊടുക്കലാണോ? മുഹമ്മദ് എന്താ പറഞ്ഞത്? മുഹമ്മദ് പറഞ്ഞ എന്താ? അപ്പൊ എനിക്ക് അതിനുള്ള ആംബിയർ ഇല്ല. എന്നിട്ട് ഫോൺ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് മിണ്ടാതിരിക്കുക. ഇതൊക്കെ നാട്ടുകാർ കേൾക്കും കേട്ടോ. ഈ ഹദീസ് ഇതിന്റെ അവസാനം നമ്മൾ ഈ അവസാന തർക്കം നടക്കുന്ന സമയത്ത് ഈ ഹദീസ് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ. മോചിപ്പിക്കാൻ പറഞ്ഞത് അതുപോലെ എന്തുകൊണ്ടാണ് മോചിപ്പിച്ച ഭാര്യയോട് മുഹമ്മദ് നബിയുടെ ഭാര്യമാരിൽ ഒരാളായ മൈമൂന മോചിപ്പിച്ചപ്പോ അവരെ കൊണ്ട് ഏൽപ്പിക്കരുത് എന്നും അങ്ങനെ ഇതാണ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഈ നമ്പറൊക്കെയാണ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ വാതിലടച്ചിട്ട് തുണി പൊക്കി കാണിക്കാന്നാ പറയാ. നിന്റെ തലയും വാലും ഇല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങൾ കഴിഞ്ഞില്ല എന്റെ ആക്സസ് കിട്ടാത്ത ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ഗതികേട് എന്താലേ ഈ നൂറ്റാണ്ടിലും ഏതെങ്കിലുമൊക്കെയുള്ള പണ്ഡിതന്മാർ ഈ നൂറ്റാണ്ടിൽ ഇതുപോലെ ഗതികെട്ട മനുഷ്യന്മാരുണ്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു കഷ്ടം. ഒരു ഹദീസിൽ വായിക്കേ എന്താ ഇങ്ങനെ വായിക്കേ. 2594 അത് വായിക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വായിച്ചോ. ഇല്ലാന്ന് ഇജ്ജ് തെളിയിച്ചു. പിന്നെ ഇപ്പൊ നമ്മള് വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. freed her slave girl, demonstrating her compassion and kindness. Prophet Muhammad, peace be upon him, acknowledged her good deed but suggested an alternative that would have strengthened family bonds and potentially brought greater reward. ഇതല്ല ഞാനോട് ചോദിച്ചു. ഞാൻ വായിക്കാൻ പറഞ്ഞ ഹദീസ് വായിക്കേ. പറഞ്ഞോ വായിച്ചു. സുഹൃത്തെ, സഹീഹ് ബുഖാരി 2594 വായിക്കാൻ പറഞ്ഞത്. നീ വായിച്ചതും അതേ സാധനം തന്നെ. അടിമത്ത മോചനത്തിനേക്കാളും പുണ്യം അമ്മാവന് സമ്മാനം കൊടുക്കലാണ്. അപ്പൊ 2 പുണ്യം കിട്ടുന്നത്. അടിമ സ്ത്രീയെ അമ്മാവന് സമ്മാനം കൊടുക്കാൻ പറഞ്ഞ മുഹമ്മദ് നബിയോ? അതിനൊക്കെയുള്ള കാരണം ഇവിടെ പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബിക്ക് എന്തിനാ കാരണമില്ലാത്ത? demonstrating her compassion and kindness. Prophet Muhammad acknowledged her good deed but suggested an alternative that would have strengthened family bonds and potentially brought greater reward. അന്നത്തെ സോഷ്യൽ റിയാലിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് അമ്മാവന് സമ്മാനം കൊടുക്കലായിരുന്നു കൂടുതൽ പുണ്യം. ഒന്ന് പ്രസന്റിസം ഫാലസി അടിച്ചിട്ട്
എന്താ അതിന്റെ ഈ അർത്ഥം? ഹദീസ് ഇതടാ കാന സഹീഹ് ബുഖാരി ആഴമൽ narrated അജിരിക്ക് മൈമുന എന്ന് പറഞ്ഞ may Allah അജിരിക്ക് be എന്ന് പറഞ്ഞ pleased. എന്താ കുഞ്ഞെ? ആഴമൽ അജിരിക്ക് പറഞ്ഞ എന്താ അർത്ഥം? ഒരു മണിക്കൂർ യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത രീതിയിലാക്കില്ലേ വീഡിയോ. ആര്? ഞാൻ ഇടും, നീ ഇടണട്ടോ, ഇടണട്ടോ. നിന്റെ ഞാൻ ചാനലിന്റെ പേര് പറഞ്ഞേ, ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. നീ അത് ഇടണുണ്ടോന്ന് അറിയട്ടെ. കട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പറയ് അല്ലല്ല പറയ് എവിടെ ചാനലിന്റെ പേര് പറ. നീ എന്ത് വേണം നീ ഏത് ചാനലിലാ ഇടുന്നേ? കേക്കണേ എനിക്ക്. നീ ഏത് ചാനലിലാ ഇടുന്നേ? നീ ഏത് ചാനലിലാ? ഹലോ ആ ഇജിന്റെ കുട്ടി നേരം വെളുപ്പിക്കും കേട്ടോ. എന്നിട്ട് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഞാൻ കട്ട് ചെയ്യണം, അതാണ് ഇപ്പൊ എന്റെ ആവശ്യം. ഇതുപോലത്തെ നാറിയ കളിയൊക്കെ കളിക്കാൻ ഒരു AP കുട്ടനല്ലാതെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയാം. AP ഉസ്താദിന്റെ അനുയായികൾക്കാണ് ഇങ്ങനത്തെ ചീഞ്ഞ കളികളൊക്കെ അറിയാം. ദുർവാശി. എന്നാ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ടോ? ഒരു മരുന്നില്ല. സേ ബുഖാരിയില് 2594 ഞാൻ വീണ്ടും സ്ക്രീനിൽ കാണിക്കാണ്. എന്താ പറയണത്? നരേറ്റഡ് മൈമൂന, ദ വൈഫ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്, that she manumitted her slave girl, and the prophet said to her, you would have got more reward if you had given the slave girl to one of your maternal uncles. ആഹാ, അമ്മോന് സമ്മാനം കൊടുത്തൂലായിരുന്നോ പൊന്നാര്? പിന്നെ ബീഡരെ അനക്ക് കൂടുതൽ പുണ്യം കിട്ടുമായിരുന്നു എന്നാണ് മുത്തനബി പറഞ്ഞത്. മൈക്ക് മ്യൂട്ട് ചെയ്ത് ആ അറ്റത്ത് മാറിയിരിക്കുന്ന പാപം വിശ്വാസിയെ ഇനിയും വേദനിപ്പിക്കേണ്ടാത്തത് കൊണ്ട് നമുക്കിതോടെ അവസാനിപ്പിക്കാം. എന്താ ചെയ്യാ? ഇനിയും വരണേ ഇടയ്ക്ക് ഇതുവരെ.